നന്ദി അജിനി ഡോക്ടറെ. എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 1752 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത് ഡോക്ടർ മഷൂദ് BHMS DAQ, റിട്ടയർഡ് മെഡിക്കൽ ഓഫീസർ, ആയുഷ് ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റ്, കേരള. 30 വർഷത്തിലധികം ചികിത്സാനുഭവങ്ങൾ. അൺവീൽഡ് മൈക്രോ സീക്രറ്റ്സ് ഓഫ് ഹോമിയോ ആൻഡ് ഹെർബൽസ്, മനുഷ്യ ശരീരത്തിലെ മൂലകങ്ങൾ എന്നീ 2 പുസ്തകങ്ങളുടെ രചയിതാവ്. കൃഷിയും ഹോമിയോപ്പതിയും എന്ന വിഷയത്തിൽ റിസർച്ച് ഇഷ്ടകാര്യം. പുസ്തക പരിചയം 5-ാം ഭാഗം, കൃഷിയും ഹോമിയോപ്പതിയും എന്ന വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നതിന് മഷൂദ് ഡോക്ടറിനെ സ്നേഹപൂർവ്വം ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഡോക്ടറിനെ ആരംഭിക്കാം. ഡോക്ടറിനെ കോഹോസ്റ്റ് ആക്കിയിട്ടുണ്ടോ? അതെ ഡോക്ടർ, ഞാൻ നേരത്തെ ആക്കിയായിരുന്നില്ലേ? ഇല്ല. ഇറങ്ങിയിട്ട് കയറി തോന്നുന്നല്ലേ ഡോക്ടർ? ഡോക്ടർ ഇപ്പൊ കോഹോസ്റ്റ് ആണ്. ഡോക്ടർ കോഹോസ്റ്റ് ആണ്. ഓക്കെ. എനിക്ക് തോന്നുന്നു അന്ന് നമ്മൾ 30 എത്ര സ്ലൈഡ് അന്ന് ഷെയർ ചെയ്തെന്ന് അറിയോ ഡോക്ടർ? അതല്ല ഡോക്ടറെ, ഞാൻ ഇന്ന് പുതിയതായിട്ടുള്ളതാണോ? ഞാൻ തന്നതിന്റെ ബാക്കി ഉണ്ടായിരുന്നു, അതുകൊണ്ട്. ഓക്കെ, തന്ന ഒന്നാണ്. ഒരു മിനിറ്റ്, ഞാൻ എന്നാ അതൊന്ന് ഇങ്ങോട്ട് ഷെയർ ചെയ്തോട്ടെ കേട്ടോ. ഡോക്ടർ തുടങ്ങിക്കോ. ഹലോ, ബഹുമാന്യരായ പ്രിയപ്പെട്ട എൻ്റെ ഈ IFPHന്റെ ഭാരവാഹികളോടുള്ള നന്ദിയും കടപ്പാടും ആദ്യമേ തന്നെ അറിയിച്ചുകൊണ്ട് ഞാൻ ക്ലാസ്സിലേക്ക് കിടക്കട്ടെ. എൻ്റെ പുസ്തകത്തിന്റെ 4-5 ക്ലാസ്സുകൾ നിങ്ങൾ കേട്ടു. മലയാളത്തിൽ നമ്മുടെ ഈ ഔഷധ സസ്യങ്ങളിൽ കണ്ട ക്രിസ്റ്റലുകളും അവയുടെ മിതമായിട്ടുള്ള നാട്ടിലെ ഉപയോഗങ്ങളും പാരമ്പര്യമായിട്ട് അത് ഉപയോഗിച്ച് വരുന്നതും ഹോമിയോപ്പതി ഔഷധങ്ങളിൽ കണ്ട കുറച്ച് ക്രിസ്റ്റൽസും ഒക്കെ ചേർന്നുകൊണ്ടുള്ള കുറച്ച് ക്ലാസ്സുകളാണ് കഴിഞ്ഞ കുറെ ദിവസങ്ങൾക്ക് മുമ്പും ഞാൻ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തവണയും കൃഷിയും ഹോമിയോപ്പതിയും എന്ന സബ്ജക്റ്റ് ഞാൻ ഒരു ക്ലാസ് ഇംഗ്ലീഷിൽ എടുത്തിരുന്നു. അപ്പൊ അത് ആണ് ഇപ്പോഴും നമുക്ക് തലക്കെട്ടായിട്ട് ഇവിടെ പറഞ്ഞത്. ഞാൻ കൃഷിയെയും ഹോമിയോപ്പതിയെയും കുറിച്ചുള്ള കുറച്ച് വിവരണം ആദ്യം നമ്മുടെ ഈ പുസ്തകത്തിന്റെ ഈ മെഡിസിനൽ പ്ലാന്റ്സിൽ കണ്ട ക്രിസ്റ്റലുകളെ കുറിച്ചുള്ള വിവരണം കഴിഞ്ഞതിന് ശേഷം അല്പസമയം നമുക്ക് അതിനെക്കുറിച്ച് പറയാം. ഇതിനിടയ്ക്കുള്ള ആവശ്യങ്ങളിൽ ഈ ഇതുമായി താരതമ്യം ചെയ്ത് വരുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിലും ഞാൻ ഇടയ്ക്ക് പറയാം. ഇപ്പോ നമുക്ക് ഷെയർ ചെയ്യാനായിട്ട് ഇപ്പൊ ഉള്ളത് പുസ്തകത്തിന്റെ ഈ 2 ഭാഗങ്ങളായിട്ടാണ് പുസ്തകം ഇരിക്കുന്നത്. അതായത് ഔഷധ സസ്യങ്ങള്, പിന്നെ കുറച്ച് പച്ചക്കറികളും പഴങ്ങളും, അങ്ങനെ 2 സെക്ഷൻ. ഇപ്പൊ ഔഷധ സസ്യങ്ങളെ കുറിച്ചുള്ള ഒരു ക്ലാസ് ഇന്ന് തീയറിയാണ്. അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം മിനിമം ഉള്ള ഭാഗങ്ങൾ ഇതല്ലേ ഇപ്പൊ ഇന്നത്തത്? അതാണ്. ഇത് കാണാൻ പറ്റുന്നില്ല സ്ലൈഡ്. ഷെയർ ചെയ്തിട്ടില്ല, ഒന്നും ഷെയർ ചെയ്യുന്നില്ല. ഷെയറിംഗ് കാണുന്നില്ല ഡോക്ടറെ. അറിയാമോ ഡോക്ടറെ? കാണാം. ആ ബുക്കിന്റെ ഫ്രണ്ട് പേജ് ആണ് കാണിച്ചിരിക്കുന്നത്. മൈക്രോ സീക്രട്ട് ഓഫ് ഹോമിയോ ആൻഡ് ഹെർബൽസ്, അതല്ലേ? അതെ. ആണോ? ഇനി മുമ്പ് അയച്ചതാണോ നോക്കട്ടെ. 2-3 സ്ലൈഡ് ഒന്ന് തുടർച്ചയായിട്ട് കാണിക്കൂ ഡോക്ടർ. ആദ്യത്തെ രണ്ടാമത്തെ സ്ലൈഡ് ഇതാണ്. അതിന്റെ പുറകുവശം. മൂന്നാമത്തെ സ്ലൈഡ് ഇതാണ് ഇന്ന് വന്നത്. ഇത് തന്നെ. അപ്പൊ ഇത് ഒരു മിനിറ്റ് ഡോക്ടറെ, മറിയാമ്മ ഡോക്ടറെ ഞാൻ ഹോസ്റ്റ് ആക്കുവാണേ ഡോക്ടറിന്. അപ്പോ ഫസ്റ്റ് സ്ലൈഡ് ഇത് തന്നെയാണ്. ഇത് എന്നെ ഒന്ന് കോ-ഹോസ്റ്റ് ആക്കണം, എന്നാലേ എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. പറഞ്ഞോ. ഈ പിക്ചർ ഇപ്പോ എനിക്ക് പിക്ചർ കാണാൻ പറ്റുന്നില്ല. സ്ലൈഡ് എന്തായാലും സ്ലൈഡ് അടുത്തത് ഞാൻ പറയുമ്പോൾ അടുത്തത് മാത്രം വിട്ടാൽ മതി. ഇപ്പൊ നീലക്കുറിഞ്ഞി, ഞാൻ കുറച്ചുനാൾ ഇടുക്കി ഡിസ്ട്രിക്റ്റിലായിരുന്നു. അപ്പോൾ 2011-10 ഞാൻ അവിടെ പോയി. 2012 അടുപ്പിച്ചാണ് ഈ നീലക്കുറിഞ്ഞി എന്ന് പറയുന്ന സസ്യത്തെ എനിക്ക് കാണാനിടയായത്. അപ്പൊ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും 12 വർഷത്തിൽ ഒരിക്കൽ പൂക്കുന്ന കുറിഞ്ഞി പൂവിനെ കുറിച്ച്. ഇതാണത്.
ഈ ഒരു മലയുടെ ഒരു പ്രദേശം മുഴുവനും ഉള്ള സസ്യം ഒരു 12 വർഷത്തിലൊരിക്കൽ പൂത്താൽ പിന്നെ 12 വർഷം കാത്തിരിക്കണം ഇതേപോലെ നീല മല കാണാൻ. ഇതിന്റെ ഈ നീലയല്ല, ചെറിയൊരു കളറുണ്ട്. അപ്പൊ ഇത് ആ കാടും അല്ലെങ്കിൽ നമ്മൾ നോക്കി നിൽക്കുക തന്നെ ഇങ്ങനെ തീരത്ത് ഇങ്ങനെ കാറ്റിങ്ങനെ അലയടിക്കുമ്പോൾ തീരെ ഒരു സമുദ്രത്തിന്റെ നീല നിറം ഇങ്ങനെ അലഞ്ഞു വരുന്നത് പോലെ കാണും ഇത് ഒരു മല. അടുത്ത് പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് 12 വർഷത്തിലൊരിക്കൽ പൂക്കുന്നുവെങ്കിലും നമുക്ക് എല്ലാവർക്കും ഇവിടെയും അറിവിലേക്കായി പറയാം, അടുത്ത വർഷം പോയാലും നമുക്കത് ചിലപ്പോൾ കാണാൻ കഴിയും. കാര്യം എന്ന് പറഞ്ഞാൽ ഒരു മലയിൽ 12 വർഷത്തിലൊരിക്കൽ അടുത്ത മലയിൽ 11ാമത്തെ വർഷമായിരിക്കുമല്ലോ. അപ്പൊ ദൂരങ്ങളിൽ എവിടെയെങ്കിലും ഒക്കെ അപ്പോഴപ്പോഴായിട്ട് കുറച്ച് പൂക്കൾ കാണും. പക്ഷെ ഈ സസ്യം ഒരിക്കൽ പൂക്കുന്നത് 12 വർഷത്തിലൊരിക്കൽ മാത്രമാണ്. ഈ നീലക്കുറിഞ്ഞി, നമ്മുടെ കുറിഞ്ഞിക്കുഴമ്പ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പ്രസവ രക്ഷയ്ക്കും മറ്റും ഉപയോഗിക്കുന്ന നല്ല ഔഷധമാണ്. ആയുർവേദത്തിലെ വാദത്തിനും മറ്റും ഔഷധമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സസ്യമാണ് കുറിഞ്ഞി വേര്. ഇത് ഇലകൾക്കൊന്നും യാതൊരു ചവർപ്പോ വിഷാംശവുമോ ഒന്നുമില്ല. ഇതിൽ കാണുന്ന ആ ക്രിസ്റ്റൽ നിങ്ങൾക്ക് കാണാം, ഇത് ആ പുഷ്പത്തിന്റെയാണ്. ഇതിൽ കാണുന്ന ഒരു ക്രിസ്റ്റൽ, ആദ്യം കാണുന്ന ആ വലിയ ക്രിസ്റ്റൽ അവർക്ക് കാണുന്നത് വളരെ ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള ഒരു ഡെലിക്കേറ്റ് ആയിട്ടുള്ള ക്രിസ്റ്റലാണ്. അത് ഈ പൂവിൽ നിന്ന് സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്ത് അതിൽ നിന്ന് കണ്ട ഒരു ക്രിസ്റ്റലാണ്. അപ്പൊ ഈ പ്ലാന്റ്സിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ, ക്രിസ്റ്റൽസ് എന്ന് പറയുമ്പോൾ ആദ്യമാത്രം ശ്രമിക്കുന്ന അല്ലെങ്കിൽ ആദ്യം കേൾക്കുന്നവർക്ക് വേണ്ടി ഞാൻ പറയാം, നമ്മുടെ ഔഷധ സസ്യങ്ങളിലെല്ലാം തന്നെ കാണുന്നത് ഇലകളിലും പൂവിലും പ്രത്യേകിച്ച് വേരിലും ഒക്കെ പ്രത്യേകതരമായിട്ടുള്ള കുറച്ച് ഔഷധ വസ്തുക്കൾ, ധാതുക്കൾ ഉണ്ട് എന്നും അവ ഇങ്ങനെ പല രൂപത്തിലാണ് കാണുന്നതെന്നും ഞാൻ എൻ്റെ പഠനത്തിൽ നിന്ന് 2010, 2006 മുതലുള്ള വർഷങ്ങളിൽ ഞാൻ പഠനം തുടങ്ങി. ഇപ്പോൾ 2025 ഞാനത് തുടരുന്നുണ്ട്. നമ്മുടെ പല നാട്ടിൻപുറത്ത് കാണുന്ന നമ്മുടെ പല ഔഷധ സസ്യങ്ങളിലെയും ഇലകളിലും പൂവിലും കായിലും ഒക്കെ പ്രധാനപ്പെട്ട ഈ ഔഷധമായിട്ടുള്ള അവയുടെ പ്രത്യേകമായിട്ടുള്ള ക്രിസ്റ്റലുകളെ കാണാൻ കഴിയും. ഇവയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ ഔഷധത്തെ സംബന്ധിച്ചിടത്തോളം, ആ ഇലയെ സംബന്ധിച്ചിടത്തോളം അത് യുണൈക്ക് ആയിരിക്കും. അതായത് അതിൻ്റേത് മാത്രമായ കുറച്ച് ക്രിസ്റ്റൽസുകൾ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയും. അതായത് ഈ വസ്തുക്കൾ എല്ലാ ക്രിസ്റ്റൽസും ഇപ്പൊ നമുക്ക് സസ്യങ്ങൾ, ഇപ്പൊ കൃഷിയുടെ കാര്യം പറഞ്ഞതുപോലെ നമുക്ക് വളം ഉപയോഗിക്കുന്നുണ്ട്. നാം മണ്ണൊലിപ്പ് കൊണ്ട് അനേകം വളവും മണ്ണും പല ഭാഗങ്ങളിൽ നിന്ന് ഒഴുകി സസ്യത്തിനെത്തുന്നുണ്ട്. സ്ഥിരമായി അതിന്റെ വേരില് അതിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന പോഷകങ്ങളെല്ലാം തന്നെ ഒന്നായിരിക്കില്ല. വ്യത്യസ്തമായ പലതും അതിന്റെ മൂട്ടിൽ വരാം. ആ വേരിന് ദൂരങ്ങളിൽ പോയി വേര് പല വസ്തുക്കളെയും വലിച്ചെടുക്കുന്നുണ്ടാവാം. ഇവയ്ക്കെല്ലാം സെലക്റ്റീവായിട്ട് അബ്സോർപ്ഷൻ, അതായത് വേരുകളിലൂടെ എങ്ങനെ ഈ മൂലകങ്ങളെ വലിച്ചെടുക്കുന്നു എന്നതൊക്കെ കുറിച്ച് ഇപ്പോഴും പല തിയറീസും വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഓസ്മോസിസ് വഴി വാട്ടർ എടുക്കുന്നത് പോലെ അല്ല ഈ മിനറൽസിന്റെ അബ്സോർപ്ഷൻ. വേരുകൾ വഴി എങ്ങനെ ഇത് വലിച്ചെടുക്കുന്നു, പിന്നെ അവ ഏത് അവസ്ഥയിലാണ് ഈ സസ്യങ്ങളിൽ കുടികൊള്ളുന്നത്, അതായത് ഈ ലീഫില് എങ്ങനെ കാണുന്നു, ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. വളരെ വ്യത്യസ്തമായ ഒരു ശൈലിയിലാണ്, സ്റ്റഡിയാണ് എനിക്ക് ഇതിൽ അതുവഴി സാധിച്ചത്. അപ്പൊ ഈ ക്രിസ്റ്റലുകളെ കുറിച്ച് പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇപ്പൊ എല്ലാ ക്രിസ്റ്റലും ഇതേപോലെ ട്രാൻസ്പാരന്റ് ആയിരിക്കില്ല. ഇത് ഞാൻ കണ്ടതിൽ ഏറ്റവും ട്രാൻസ്പാരന്റ് ആയ ഒരു ക്രിസ്റ്റലാണ് ഈ ഫ്ലവറിൽ നിന്ന് കിട്ടുന്നത്. ഫ്ലവേഴ്സിൽ നിന്ന് കിട്ടുന്നത് വളരെ ട്രാൻസ്പാരന്റ് ആയിരിക്കും. അതിലും പ്രത്യേകിച്ച് ഈ നീലക്കുറിഞ്ഞിയിൽ നിന്നുള്ള ഈ ക്രിസ്റ്റൽ വളരെ ട്രാൻസ്പാരന്റ് ആണ്. ഇനി നെക്സ്റ്റ്, എല്ലാം ഈ നീലക്കുറിഞ്ഞിയെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കുന്നത് സ്ട്രൊബേലാന്തസ് എന്നാണ്, കുന്തിയാനസ് എന്നാണ്, സ്ട്രൊബേന്ദ്രാന്തസ് എന്നാണ്, സ്ട്രൊബിലാന്തസ് കുന്തിയാനസ് എന്നാണ് ഇതിന്റെ സയന്റിഫിക് നെയിം. ഞാൻ അബ്സർവ് ചെയ്തത് ലീഫും ഫ്ലവറുമാണ്. നീലക്കുറിഞ്ഞി എന്നാണ് ഇതിന്റെ ശാസ്ത്രീയ നാമം. നമ്മൾ മലയാളത്തിൽ നമ്മുടെ നാട്ടിൽ പ്രദേശങ്ങളിൽ ഉപയോഗിക്കുന്നത്. കുറിഞ്ഞി വേര് സാധാരണ 2-3 ഐറ്റം ഉണ്ട്. കൂടുതലും നമ്മുടെ നാട്ടിലെ ഔഷധത്തിനൊക്കെ ഉപയോഗിക്കുന്ന കുറിഞ്ഞി കുഴമ്പിലൊക്കെ ഉപയോഗിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു ചെറിയ കുറിഞ്ഞിയാണ്. അത് പ്രത്യേകമായിട്ട് പറയാം. ഇത് വളരെ വലിയ പൊക്കത്തിൽ വളരില്ല. എന്നാലും നമ്മുടെ നാട്ടില്, നമ്മുടെ വീട്ടിൽ ഒരു 3 മീറ്റർ വരെയും ചില കുറിഞ്ഞികൾ കണ്ടിട്ടുണ്ട്. കൂട്ടത്തോടെ നിൽക്കുന്ന മലകളിലൊക്കെ കാണുന്നത് കുറേ പറ്റമായിട്ട് കാണും. അപ്പൊ അവിടെ രാജമല പോലുള്ള പ്രദേശങ്ങളിലൊക്കെ ചെന്നാൽ എപ്പോഴും ഈ സസ്യത്തെ കാണാൻ കഴിയും നമുക്ക്. പ്രത്യേകിച്ച് ഇത് പോലെ തന്നെ ഒരു പ്രത്യേക രീതിയിലാണ് ഇത് നിൽക്കുന്നത്. ഇതിൽ ലീഫിന് മണമോ ഗുണമോ ഒന്നുമില്ല, പൂക്കൾക്ക് അത്ര മണമൊന്നും ഉള്ളതല്ല, പക്ഷേ ഈ നിറത്തിന് പ്രാധാന്യമുണ്ട്. നെക്സ്റ്റ് പിക്ചർ അടുത്തത് കാണിക്കൂ. അതിൽ കണ്ട കുറച്ച് ക്രിസ്റ്റൽസ്, കൂടുതലായിട്ടുള്ള കുറച്ച് ക്രിസ്റ്റൽസ് ആണ് ഇതിൽ കാണുന്നത്. ലീഫിൽ കണ്ടതാണ്. വലതുവശത്തും കാണാം, താഴെ തന്നെ നീളത്തിലുള്ള കുറച്ച് ക്രിസ്റ്റൽസ് കാണാം.
അടുത്തത് കാണിക്കൂ ഡോക്ടറെ, അടുത്ത ടീച്ചർ. അജിന് ഡോക്ടറെ അടുത്തത്. അജിന് ഡോക്ടർ. നെക്സ്റ്റ്, ഇത് അതിന്റെ ക്രിസ്റ്റൽസ് ആണ്. ഇത് നിലപ്പന എന്നാണ് ഇതിനെ പറയുന്നത്. നമ്മളെല്ലാം കണ്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിലും നമ്മുടെ വീട്ടുമുറ്റത്തെല്ലാം ഇഷ്ടം പോലെ കുറച്ച് വരണ്ട മുറ്റമുള്ളിടത്ത് ചരലുള്ള മുറ്റത്തിന് ഇടയ്ക്ക് ചരലുകൾക്കിടയ്ക്ക് ഇത് എപ്പോഴും ഇങ്ങനെ വരുന്ന കാണാം. ഇതിന്റെ പ്രത്യേകത ആ പൂക്കൾ തന്നെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ഞാൻ ഈ പുസ്തകത്തിലെ ഉടനീളം ആദ്യത്തെ 2-3 ക്ലാസ്സുകളിൽ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു, അതായത് ഏതെങ്കിലും ഒരു സാമ്യം എന്തിനെങ്കിലും കാണും എന്ന്. നിലപ്പനയുടെ ക്രിസ്റ്റൽസ് എടുത്ത് നോക്കിയപ്പോൾ ഈ പൂക്കൾ പോലെയുള്ള കുറച്ച് ക്രിസ്റ്റൽസ് എനിക്ക് കാണാൻ കഴിഞ്ഞു. അത് വളരെ വളരെ മൈന്യൂട്ട് മൈക്രോസ്കോപ്പിക് ആയിട്ട് ഉള്ളതാണ്. പക്ഷേ ഈ പൂക്കളുടെ ആ ഷേപ്പ് കണ്ടില്ലേ, അതുപോലെയാണ്. നെക്സ്റ്റ് പിക്ചർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഈ നീലപ്പനയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാല്, ഇപ്പൊ മുസലി എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ ഈ ഔഷധത്തിന് ആരോഗ്യത്തിന് വേണ്ടിയൊക്കെ വളരെയേറെ വിലയേറിയ ഒരു സാധനം ഇതിന്റെ പേരിൽ നിന്ന് തയ്യാറാക്കുന്നത് പോലെ ഈ നിലപ്പനയുടെ പേരും അത്തരത്തിൽ പെടുന്ന ഒന്നാണ്. അതായത് അഫ്രോഡിസിയാക് അല്ലെങ്കിൽ എനർജി സ്റ്റെബിലൈസിങ് ഒന്നായിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഉപയോഗിക്കുന്നതാണ് ഇതിന്റെ പേര്. ഇത്രയും മുഴച്ച വെളുത്ത ഒരു പദാർത്ഥമാണ് പോലെ ഇരിക്കും ഇതിന്റെ പേര്. നല്ല ഒരു ഫ്ലഷി ആയിട്ടുള്ള ഒരെന്നാണ് ഇതിന്റെ റൂട്ട്. ഇതിന്റെ ഒരു തണ്ടിൽ നിന്ന് ഈ പൂവ് കഴിഞ്ഞാൽ പൂവിൽ നിന്ന് മുകളിലേക്ക് ഒരു കറുത്ത ഒരു അരി പോലെ വരും. അതിനകത്ത് കൊച്ചു കൊച്ചു കടുകിനേക്കാളും കുറച്ചുകൂടി വലുതും, എന്നാൽ അതിന്റെ സർഫസ് വളരെ ഗ്രൈൻഡി, നല്ല ഇതായിട്ടുള്ള ഒരു സാധനം കാണും. ആ വിത്ത് അത് നമ്മുടെ കുറച്ചിങ്ങനെ കുട്ടികളൊക്കെ ചവച്ച് തിന്നാറുണ്ട്. ഒരു രസമാണ്. ഇത് ഈ നിലപ്പന എല്ലാ സ്ഥലത്തും കേരളത്തിൽ ഉടനീളം നമുക്ക് കാണാൻ കഴിയും. വളരെ സമൂലമാണ് ഉപയോഗിക്കുന്നത്. വളരെ കൂടുതൽ ഔഷധയോഗ്യമായിട്ടുള്ള ഒരു സസ്യമാണ്. കാലാകാലങ്ങളിലായിട്ട് പലപ്പോഴും ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോഴും നമ്മുടെ നാട്ടിൽ പല അസുഖങ്ങൾക്കും ഇത് ഉപയോഗിക്കുന്നുണ്ട്. അടുത്തത്, ഇതിന്റെ ക്രിസ്റ്റലിൽ കണ്ടില്ലേ, ആ താഴ്വശത്ത് കിടക്കുന്ന ഒരു 4-5 ഒരു പൂ പോലെ കിടക്കുന്നത്, അതാണ് ഞാൻ പറഞ്ഞത് ഈ പൂവിന്റെ സാമ്യതയുള്ള ക്രിസ്റ്റലാണ്. അതുപോലെ തന്നെ കിടക്കും, അതുപോലെ തന്നെ കാണുകയാണ്. അപ്പൊ ഇത് അതൊരു പ്രത്യേകതയായിട്ടാണ് ഞാൻ കണ്ടത്. ഇതേപോലെ വേറെ പലതും ഞാൻ കഴിഞ്ഞ തവണ ഹെന്ന, അതിലൊരു എൻ അല്ലെങ്കിൽ എച്ച് പോലത്തെ ഒരു ക്രിസ്റ്റൽ പറഞ്ഞു. പിന്നെ വയണയിലെ ഒരു വൈ പോലത്തെ ക്രിസ്റ്റൽ പറഞ്ഞു. ഇതില് ഈ ഫ്ലവറിന്റെ പോലത്തെ ക്രിസ്റ്റലാണ് ഈ കാണുന്നത്. നെക്സ്റ്റ്, ഇതിന്റെ മുകളിൽ കാണുന്നത് നല്ല ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു ക്രിസ്റ്റലാണ്. അപ്പൊ അത് നമുക്ക് കാണാം. ഇടത് സൈഡില് പല സൈഡിലും ഒപ്പാക്ക് ആയിട്ടുള്ള ഒരു വലിയ നല്ല കല്ല് കിടക്കുന്ന പോലുള്ള ഒരു ക്രിസ്റ്റലാണ്. ഇതിന്റെ ആ മൊത്തമായിട്ടുള്ള നിറം കണ്ടില്ലേ, അതും ഇതിന്റെ ഒരു പ്രത്യേകതയാണ്. വളരെ ട്രാൻസ്പാരന്റ് ആയിട്ടും അല്ലെങ്കിൽ അധികം അടിയാത്ത രീതിയിലുള്ള ഒരു സൊല്യൂഷനാണ്. അതുകൊണ്ടാണ് ഇതിന്റെ ആ പിക്ചറിന് കണ്ടില്ലേ, നല്ല തെളിച്ചമുണ്ട്. ഒരു ബ്രൗണോ ഗ്രീനോ അതിന് നടുക്ക് ക്രിസ്റ്റൽ കിടക്കുകയല്ല. ആ സൊല്യൂഷന് തന്നെ ഒരു ഫ്രഷ്നെസ് ഉണ്ട്. നെക്സ്റ്റ്, ഇതിന്റെ തന്നെ അടുത്ത ക്രിസ്റ്റൽ കാണാം. കുറച്ചുകൂടെ വ്യക്തമായിട്ട് കാണാം. വേറൊരു സ്ലൈഡിൽ നിന്ന് കിട്ടിയതാണ്. താഴത്തെ ആ ഫ്ലവർ പോലെ കിടക്കുന്നില്ല. ഇതൊന്നും ഞാൻ ഇതുവരെയും മറ്റൊരിടത്തും ശ്രദ്ധിച്ചിട്ടില്ല, പുസ്തകങ്ങളിലൊന്നും കണ്ടിട്ടില്ല. എനിക്ക് ഈ ക്രിസ്റ്റൽ ഇതേപോലുള്ള കുറച്ച് സാമ്യം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ആ ഫ്ലവർ പോലെ കിടക്കുന്നത് ഇതിന്റെ ഫ്ലവർ പോലെ തന്നെ അതിന്റെ ക്രിസ്റ്റലും കിടക്കുന്നത്. ഇത് ട്രാൻസ്പാരന്റ് ആണെന്ന് മാത്രമല്ല, ഇപ്പൊ സൊല്യൂബിൾ ആണ്. ഇപ്പൊ നമ്മൾ ഒരു ഡ്രോപ്പ് വാട്ടർ സ്ലൈഡിലോട്ട് ഒഴിച്ചാൽ ഇത് മൊത്തം തന്നെ അലിഞ്ഞു പോകും. അങ്ങനത്തതാണ്. ശരി, നെക്സ്റ്റ്. ഇതും അതിന്റെ തന്നെ നിലപ്പനയുടെ ക്രിസ്റ്റലാണ്. ഈ താഴെ അതിനുള്ള കുറച്ച് നീളത്തിലും ഒക്കെ കിടക്കുന്ന കുറെ ഇതുണ്ട്. ഇത് ചെറിയൊരു ചൊറിച്ചിലുള്ള ഉണ്ടാക്കുന്നതാണ്. നമുക്ക് ഇതിന്റെ ക്രിസ്റ്റൽ ചെറിയതായിട്ട് പുറത്ത് വായില് ഒരു ചൊറിച്ചിലുണ്ടാക്കും. അതാണ് ഈ സൂചി പോലെ കിടക്കുന്ന ഈ സാധനങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ ചൊറിച്ചിലുണ്ടായിരിക്കും. അതാണ് ഈ കാണുന്നത്, ഈ താഴെയുള്ള ക്രിസ്റ്റൽ. വലത് മുകളിൽ ആ ഫ്ലവർ പോലെ ഉള്ളതിന്റെ ഒരു ചെറിയ ചരിഞ്ഞ ഇതാണ്. ഇവിടെ സൈഡിൽ ആ ഫ്ലവർ പോലുള്ളതിന്റെ വേറൊന്നാണ്. ഞാനത് റിപ്പീറ്റഡ് ആയിട്ട് സ്റ്റഡി ചെയ്ത് പല സ്ലൈഡ് പോലെ ചിലപ്പോൾ 2-3 വർഷത്തെ വ്യത്യാസത്തിൽ കണ്ടത് ക്രിസ്റ്റൽസ് ആണ് 2-3 സ്ലൈഡിൽ കാണിച്ചിരിക്കുന്നത്. ശരി, നെക്സ്റ്റ്. ഇത് നോനി എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. ഇപ്പൊ അന്താരാഷ്ട്ര തലത്തിൽ വളരെയേറെ വാല്യൂ ഉള്ള ഒരു ഫ്രൂട്ടാണ് ഈ നോനി പഴം. ഇത് സസ്യം ഞാൻ തന്നെ ഇടുക്കിയിൽ ഞാൻ താമസിച്ചിരുന്ന ഹോസ്പിറ്റലിന് അടുത്ത് തന്നെ നട്ട് വളരെ വളർന്ന് പെട്ടെന്ന് കായ്ക്കുകയും ചെയ്തു. അപ്പൊ അത് അടുത്ത ഒരു പ്രദേശത്തു നിന്ന് അതിന്റെ ഫ്രൂട്ട് വാങ്ങിച്ച് സീഡ്സ് വാങ്ങിച്ചു കൊണ്ടുവന്ന് നട്ടതാണ്. അതിൽ ഇഷ്ടംപോലെ കായും പിടിച്ചു. അതിൽ നിന്ന് ഒരു കായ തന്നെയാണ് ഇത്, ആ സസ്യം തന്നെയാണ് ഇത്. ഈ നോനി സാധാരണയായിട്ട് നമ്മുടെ ഈ ഡൈ ഇലകളിൽ ഇതിന്റെ ഇല ഡൈസ്, അതിന് നല്ല നിറം പിടിപ്പിക്കുന്നതിന് പറ്റിയ നിറങ്ങൾ ഉണ്ടാക്കുന്നതിന്, ഔഷധങ്ങൾക്ക് ഡൈസ് ഉണ്ടാക്കുന്നതിന് ഒക്കെ ഉപയോഗിക്കുന്നതാണ് ഇതിന്റെ ലീഫ് നോനി. ഇത് നമുക്ക് അപ്രാപ്യമാണ്.
നമ്മുടെ നാട്ടിൽ കേരളത്തിലെ തിരുവനന്തപുരത്ത് ഒന്നും മാത്രം കാണുന്നില്ലെങ്കിലും വടക്കോട്ട ഭാഗങ്ങളിലുണ്ട്. അവിടെയും കൃഷി ചെയ്തിട്ടുണ്ടോ? ഇത് ഒരുപാട് രാജ്യങ്ങളിൽ, വിദേശ രാജ്യങ്ങളിൽ, അതായത് മറ്റ് കൺട്രീസിലെല്ലാം ഇത് ഉണ്ട്. പക്ഷെ ഇത് അവർ അധികം ഉപയോഗിക്കാത്തതിന് കാരണം എന്ന് പറഞ്ഞാല് ഏറ്റവും കൂടുതൽ ദുർഗന്ധമുള്ള ഒരു ഫ്രൂട്ടാണ് ഈ ഫ്രൂട്ട്. ദുർഗന്ധം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ഡിസക്ഷൻ ഹാളിൽ കയറി കഴിഞ്ഞാൽ വരുന്ന ഒരു ഫോർമാലിന്റെ സ്മെല്ലുണ്ടല്ലോ, അതിനേക്കാളും രൂക്ഷമാണ്. അതുപോലത്തെ ഒരു രൂക്ഷ ഗന്ധമാണ് ഈ ഫ്രൂട്ടിന്. ഭയങ്കര പുളിപ്പുമാണ്. പക്ഷെ അധികം പുളിപ്പില്ല. എന്നാലും ഇതിനെ ജ്യൂസ് പിഴിഞ്ഞ് വെക്കുക ഒന്നും ചെയ്യണ്ട. ഈ ഫ്രൂട്ട് ഇതേപോലെ എടുത്ത് ഒരു പാത്രത്തിൽ വെച്ചിരുന്നാൽ കുറെ നേരം കഴിയുമ്പോൾ കണ്ണുനീര് പോലെ ഇങ്ങനെ ഒരു ദ്രവം തെളിഞ്ഞു വരും. അതാണ് ഇതിന്റെ ഏറ്റവും സൂപ്പർ, അതായത് ഫസ്റ്റ് ക്വാളിറ്റി പാർട്ട്. അതിനെ ഇപ്പൊ നമ്മൾ ഒരു ഔൺസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ 500 രൂപയ്ക്ക് പുറത്ത് പാക്ഡ് സീൽഡ് ബോട്ടിലൊക്കെ വരുന്നത് ഭാഗ്യങ്ങൾക്കും കിട്ടും. മറ്റേത് ഈ ന്യൂട്രീഷണൽ എന്താണ് ന്യൂട്രാസ്യൂട്ടിക്കൽസ് എന്ന് പറഞ്ഞിട്ട് വരുന്ന പ്രോഡക്ട്സിൽ ഈ നോനി വളരെ കൂടുതലായിട്ട് ഇന്ന് വരുന്നുണ്ട്. വളരെ ഒരുപാട് ഗുണങ്ങളാണ് പറയുന്നത്. ചെറിയൊരു പ്രഷർ വേരിയേഷൻ വരുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ എനർജി ലെവലിൽ റീജുവനേറ്റ് ചെയ്ത് വരുന്നതിന് റിവൈവിങ് പവറൊക്കെ ഈ നോനിയുടെ ആ ഒരു ജ്യൂസിനുണ്ട്. ജോനി ജ്യൂസ് വേറെ ഒന്നുമായിട്ട് ചേർത്തല്ല കുടിക്കുന്നത്. അത് പിഴിഞ്ഞിട്ട് കുറച്ച് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. അധികം ഉപയോഗിക്കാൻ പാടില്ല. അതിന്റെ ജ്യൂസ് സ്ഥിരമായി ഉപയോഗിക്കുന്ന നമ്മുടെ പ്രസിഡന്റ് അബ്ദുൽ കലാം, അദ്ദേഹം ഇത് ഉപയോഗിച്ചിരുന്നതായിട്ടൊക്കെ ഒരിക്കൽ അടുത്ത് വായിക്കാനിടയായി. ഞാനിത് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ. അത്രയും നല്ല, വളരെയേറെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് ഇത് നോനി. തുണികൾക്ക് ചായം പിടിപ്പിക്കുന്നതിന്, ഡൈകൾ ഉണ്ടാക്കുന്നതിനൊക്കെ ഇതിന്റെ ലീഫ് ഉപയോഗിക്കാറുണ്ട്. ജ്യൂസ് ഇത് നിത്യേന ഉപയോഗിക്കാവുന്ന ഉള്ള ഒരു നല്ല ജ്യൂസാണ്. അല്പമാത്രം ഉപയോഗിച്ചുകൊണ്ടിരുന്നാല് സെൽസിനെ റീജുവനേറ്റ് ചെയ്യും, സെൽസിന്റെ നാശം തടയും. പിന്നെ ആന്റി ക്യാൻസറസ് ആണെന്നും പറഞ്ഞു കേൾക്കുന്നു. മൊരിൻഡ സിട്രിഫോളിയ, മൊരിൻഡ സിട്രിഫോളിയ, ഇതാണ് സയന്റിഫിക് നെയിം. നോനി. ഇതില് നിങ്ങൾക്ക് ഫൗണ്ട് ക്രിസ്റ്റൽ എന്നാണ് മുകളിൽ കിടക്കുന്നത്. ഫ്രൂട്ടാണ്, ഇതൊരു ഫ്രൂട്ടാണ്. ശരി, ഓക്കെ. നെക്സ്റ്റ്, അടുത്തതൊന്ന് കാണിക്കൂ. ഇത് അതിൽ കണ്ട ക്രിസ്റ്റൽസ് ആണ്. താഴെ കാണുന്ന ഒരു ചെറിയ നീളത്തിൽ ഒരെണ്ണം കാണാം. അതുപോലെ തന്നെ ഇപ്പുറത്തെ വേറൊന്നാണ് കാണുന്നത്. നമ്മുടെ മുകളിൽ വശത്ത് കിടക്കുന്ന രണ്ടെണ്ണവും സൊല്യൂബിൾ ആയിട്ടുള്ള ക്രിസ്റ്റൽസ് ആണ്. ഈ നോനിയുടെ കാണാൻ വളരെ പാടാണ്. ഇപ്പൊ നമ്മുടെ ഈ ഹോമിയോപ്പതി മെഡിസിൻസ് നമ്മൾ ഇപ്പോൾ ലാബിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അതിൽ ക്രിസ്റ്റൽസ് കാണാൻ വളരെ അപൂർവമായിട്ടേ കാണാൻ പറ്റുള്ളൂ. കാരണം അത് നല്ലോണം ഡീകാൻഡ് ചെയ്ത് കിട്ടുന്നതാണ്. അതുപോലെ പ്യുവർ ആയിട്ടുള്ള ഒരു സൊല്യൂഷനിൽ നിന്നൊരു ക്രിസ്റ്റൽ വേർതിരിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. പിന്നെ ഈ സ്പിരിറ്റ് ഉപയോഗിക്കുന്നത് കൊണ്ടും നമുക്ക് വളരെ കൂടുതൽ നേട്ടമുണ്ട്. അതാണ് ഈ ഹോമിയോപ്പതിയുടെ ഒരു മെഡിസിൻസിന്റെ ആക്ഷൻ ലെവലില് ഈ സ്പിരിറ്റിന്റെ ആ ഒരു ഡൈവേർജിങ് പവർ, അതായത് വേഗം തന്നെ ഉണങ്ങിപ്പോകാനുള്ള അതിന്റെ ആ ഒരു കപ്പാസിറ്റി, കൂടുതൽ ക്രിസ്റ്റൽസിനെയും അവയുടെ സെന്ററിലേക്ക് കേന്ദ്രീകരിക്കുകയും പദാർത്ഥങ്ങളെ കൂടുതൽ കൂടുതൽ സംഘടിതമായി സൂക്ഷിക്കുന്നതിനുള്ള പ്രവണതയെ സൂക്ഷിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഈ മെഡിസിൻസിന് കൂടുതൽ സ്റ്റെബിലിറ്റി ഉള്ളത്, നമ്മുടെ മെഡിസിൻസ് ഉള്ളത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പൊ ഈ ഡൈനാമിക് പവർ എന്ന് പറയുന്നത് തന്നെ ഈ ക്രിസ്റ്റൽസിന്റെ ഒരു വൈബ്രേഷണൽ സ്റ്റേറ്റ്. എല്ലാ പദാർത്ഥങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? ആറ്റംസ് തന്നെ എല്ലാം വൈബ്രേഷനിലാണ് എപ്പോഴും. അത് മാത്രമല്ല വളരെയേറെ സ്പേസ് ഓക്കുപ്പൈ ചെയ്താണ് ഒരു ആറ്റം ഇരിക്കുന്നത്. ഇലക്ട്രോൺസിന്റെ പോസിബിലിറ്റി എന്ന് പറയുന്നത് ഒരു ചുറ്റുമാണ്. ഇപ്പോൾ ആറ്റത്തിന്റെ ചുറ്റും അതിന്റെ ഇലക്ട്രോൺസിന് ഒരു പോസിബിലിറ്റി ഉള്ള കുറച്ച് ഏരിയ ഉണ്ടെന്ന് മാത്രമാണ്. അവിടെ ഇങ്ങനെ നമുക്ക് സങ്കല്പിക്കാൻ പോലും വയ്യാത്ത ഒരു പ്രകാശത്തിന്റെ രൂപത്തിലോ അല്ലെങ്കിൽ ഒരു ഫോട്ടോൺസ് മാത്രമേ പ്രകാശിക്കുന്നുള്ളൂ, അല്ലാതെ ഇലക്ട്രോൺസിനൊന്നും പ്രകാശമുള്ളതല്ല. അവ ഇങ്ങനെ ഒരു എനർജി ലെവലിൽ ഉണ്ടായിരിക്കുന്നതാണ്. അങ്ങനെ തന്നെ ഇലക്ട്രോൺസ് ഓരോ ആറ്റത്തിന് ചുറ്റുണ്ടായിരിക്കുകയും അതോടൊപ്പം ന്യൂക്ലിയസ് ഇങ്ങനെ വളരെ സ്റ്റേബിൾ ആയിട്ടിരിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക ആ ഒരു അവസ്ഥ. അതിൽ എത്രമാത്രം സ്പേസ് ഉള്ള ഓക്കുപൈസ് ആണ്. മാത്രമല്ല ഈ ക്രിസ്റ്റൽസിന്റെ തന്നെ ഓരോ ലാറ്റിസും സ്പെഷ്യലായിട്ട് രൂപീകരിച്ച് വരുന്ന ആ സംഭവത്തിൽ അനേക തരത്തിലുള്ള എനർജിയുടെ യൂട്ടിലിറ്റി നടന്നു വരുന്നുണ്ട്. എല്ലാ ക്രിസ്റ്റലും, ഒട്ടുമിക്കവാറും ക്രിസ്റ്റൽസും സൊല്യൂബിൾ ആകുമ്പോൾ അതിൽ നിന്ന് എന്ത് പോകുന്നുണ്ട്? ഹീറ്റ് എനർജി റിലീസ് ആവുന്നുണ്ട്. നമ്മുടെ ഹോമിയോ സ്റ്റഡിയിൽ നമ്മൾ എനർജിയെ പ്രതിപാദിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നാം ശ്രദ്ധിക്കേണ്ടത്, എനിക്ക് തോന്നുന്നത്, ഹീറ്റ് എനർജിയാണ് എന്നുള്ളതാണ്. ഹീറ്റ് എനർജിക്ക് വളരെ പ്രാധാന്യമുണ്ട്. കാരണം ഹീറ്റ് എനർജി എന്ന് പറയുന്നത് അപ്പൊ ഓരോ ചെമ്പിന്റെയും ഓരോ അയണിന്റെയും ഫൈബറുകൾ കൂട്ടിമുട്ടി ചേർത്ത് വെച്ചിട്ട് ഒരറ്റത്ത് ഐസും മറ്ററ്റത്ത് തീയും കൊടുത്താൽ അതിലൂടെ ഒരു ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് വരുന്നുണ്ട്, ഒരു ഇലക്ട്രിസിറ്റി പാസ് ചെയ്യും എന്നുള്ളത് ഒരാളുടെ പേര് ഞാൻ മറന്നുപോയി. അങ്ങനെ ഒരു തിയറി നമ്മൾ പഠിച്ചിട്ടുണ്ട്, കുറച്ച് പേരെങ്കിലും വായിച്ചിട്ടുണ്ടായിരിക്കും.
എനർജിയുടെ റിലീസ് വരുന്നത് വെറും ടെമ്പറേച്ചർ ഡിഫറൻസും ഈ രണ്ട് വസ്തുക്കളും വ്യത്യാസമാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ആദ്യത്തെ ക്ലാസ്സിലെ പറഞ്ഞു, എനർജി എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും ഈസി ആയിട്ട് പറഞ്ഞു കളയുന്ന എനർജി അല്ല. മുമ്പ് കാലങ്ങളിൽ ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ ഇലക്ട്രോൺസ് മാത്രം പാസ് ചെയ്യുന്നത് മുഴുവൻ കറണ്ടാണെന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നത് ഒരു വളരെ വലുതായിട്ടുള്ള ഒരു കൺസെപ്റ്റായിട്ട് കണക്കാക്കിയിട്ട് അതിന്റെ ചെറിയ ചെറിയ എനർജിയുടെ ലെവൽസിനെ ചിന്തിക്കുമ്പോൾ നമ്മുടെ മെഡിസിൻസിന്റെ ഈ വൈബ്രേഷണൽ സ്റ്റേറ്റും ഡൈനാമിക് എനർജിയും സ്പെഷ്യലൈസേഷനും ഒക്കെ നമുക്ക് മനസ്സിലാവും. എന്തുകൊണ്ട് ഓരോ മെഡിസിനും ഇത്രയും സ്പെസിഫിക് ആയിട്ട് ഉള്ളത്. ഓരോ മെഡിസിനും എന്റെ അഭിപ്രായത്തിൽ ഓരോ പൊട്ടൻസിയും സ്പെസിഫിസിറ്റി ഉള്ളവയാണ്. എന്റെ പുസ്തകത്തിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട് ഇൻട്രൊഡക്ഷൻ. എന്തുകൊണ്ട് അങ്ങനെ വരുന്നു? അതിലെ എനർജിയുടെ ഓരോ ഇലക്ട്രോൺ ഫോഴ്സും ഓരോ എനർജിയുടെയും അതിൻ്റെതായിട്ടുള്ള ആവശ്യകത നമ്മുടെ സെൽസിന് അന്നേരം ആവശ്യമാണ്. ആ പൊട്ടൻഷ്യാലിറ്റി കീപ്പ് ചെയ്ത് തന്നെ പോകുന്നതിനുള്ള ഒരു വ്യവസ്ഥ നമ്മുടെ ഈ പൊട്ടൻഷ്യലൈസേഷൻ എന്ന് പറയുന്ന പ്രക്രിയയിൽ ഉണ്ടെന്ന് ഹനുമാൻ കണ്ടുപിടിച്ചിരുന്നു. അതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹോമിയോപ്പതി ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഈ വസ്തുക്കൾ അപ്രാപ്യമല്ല. ഈ വസ്തുക്കൾ ഇല്ലാതെ വരാനേ സാധ്യതയില്ല. ശരീരമില്ലെങ്കിൽ ആത്മാവില്ലല്ലോ. ജീവന് നിലനിൽക്കാൻ ശരീരം ആവശ്യമാണ്. എന്നതുപോലെ തന്നെ ഈ എനർജി കൺവേ ചെയ്തു പോകുന്നതിന് തീർച്ചയായിട്ടും നാനോ പാർട്ടിക്കിൾസ് ഇപ്പൊ പറഞ്ഞതുകൊണ്ട് നമുക്ക് പറയാം, അത് ക്വാണ്ടിറ്റേറ്റീവ് മാത്രമേ വരുന്നുള്ളൂ, ക്വാളിറ്റേറ്റീവും വരുന്നില്ല. ക്വാണ്ടിറ്റേറ്റീവിന്റെ അളവിൽ കുറഞ്ഞു വരുന്നിടത്തോളം ഞാൻ ക്വാളിറ്റേറ്റീവ് വരുന്നില്ലല്ലോ. അപ്പം ഏറ്റവും കുറഞ്ഞ് ഹയർ പൊട്ടൻസീസിൽ നാനോ പാർട്ടിക്കിൾസ് എങ്ങനെ കുറച്ചായി കുറഞ്ഞവിടെ ക്ലോഗിങ് അല്ലെങ്കിൽ കൂടി ചേർന്നിരിക്കുന്ന അവസ്ഥയാണോ? അല്ല. അതൊരു കുറച്ച് ഒരു അറിയാൻ കുറച്ചുകൂടെ പ്രയാസമാണ്. ഈ ഇലക്ട്രോൺ ലെവലിൽ, ഈ അയോണിക് ലെവലിലാണ് ഇതുവരെ നമ്മൾ വിശ്വസിച്ചത്. അത് തന്നെയാണ് കൂടുതലും നന്നായി എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് കാരണം ഇതാണ്. ഈ സാൾട്ട്സിന്റെ എന്ന് പറഞ്ഞ സാൾട്ട് എന്ന് പറയുന്ന ആ വാക്ക് തന്നെ ഈ കോണെന്ന് ഞാൻ നേരത്തെ മലയാളം പറഞ്ഞതുപോലെ സാൾട്ട് എന്ന് പറയുന്നത് അത് കാണുമ്പോൾ തന്നെ അതിൻ്റെതായ വ്യത്യസ്തത അല്ലെങ്കിൽ അതിൻ്റെതായ സ്വഭാവം സൂക്ഷിക്കുന്നതാണ് സാൾട്ട്. അപ്പൊ അതിനുള്ള ലാറ്റിസിനെ സൂക്ഷിക്കുമ്പോൾ തന്നെ അതിനിടയ്ക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള മറ്റു പദാർത്ഥങ്ങളും കൂടി കാണും. ക്രിസ്റ്റൽസ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ഒരിക്കലും ഫ്രീ അല്ല. ഒരു ക്രിസ്റ്റൽ ഒരിക്കലും ഫ്രീ അല്ല. ഇപ്പൊ സോഡിയം ക്ലോറൈഡിന്റെ ക്രിസ്റ്റൽ എടുത്താൽ അതിൽ അനേകം വസ്തുക്കൾ ഉണ്ടായിരിക്കും, വേറെയും ചില പദാർത്ഥങ്ങൾ ഉണ്ടായിരിക്കും. ഒരു ക്രിസ്റ്റൽ ഈ കിടക്കുന്ന തന്നെ നിങ്ങൾക്ക് കാണാം, ആ ക്രിസ്റ്റലിന്റെ മുകളിൽ കൊച്ചു ക്രിസ്റ്റൽസ് വേറെ പലതും കിടക്കും. ഒരു ക്രിസ്റ്റൽ ഇങ്ങനെ കിടക്കുന്നെങ്കിൽ അതിന്റെ കുഞ്ഞു ക്രിസ്റ്റൽസ് അതിന്റെ പുറത്തൊക്കെ വേറെ പലതും കിടക്കും, ചേർന്ന് പറ്റിപ്പിടിച്ചിരിക്കും. അതിന് വളരെ എലാബറേറ്റ് ചെയ്ത് നോക്കുമ്പോൾ അതിനകത്ത് ചെറുതായിട്ട് കാണാം. എന്നാൽ അങ്ങനെ ഇല്ലാത്ത ക്രിസ്റ്റൽസും ഉണ്ട്. സ്പെഷ്യലായിട്ട് സ്റ്റഡി ചെയ്താൽ സൈലീഷയൊക്കെ ഞാൻ എടുത്തത് വളരെ നല്ല കൺസൈസ് ആയിട്ടുള്ള ഷേപ്പ്. ആ ഷേപ്പ് കാണുമ്പോൾ തന്നെ അറിയാം അത് എന്തല്ല, അതൊരു കൺസൈസ് ടിപ്പിക്കലായിട്ടുള്ള ഒരു നല്ല കൊണ്ടൂർ ഉള്ള ഒരു ഷേപ്പുള്ള, കൊണ്ടൂർ എന്ന് പറയുന്ന ഷേപ്പ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആ ഒരു ക്രിസ്റ്റൽ ക്ലാരിറ്റി ഉള്ള ഒരു ക്രിസ്റ്റലാണ്. നെക്സ്റ്റ് പോകാം ഡോക്ടറെ. നെക്സ്റ്റ് അടുത്തത് കാണിക്കുക. ഇത് ചക്ര, ഇതിനെ പറയുന്നത് നീഗ്രോ കോഫി എന്നാണ്. കോഫി സെന്ന, നീഗ്രോ കോഫി എന്നാണ്. ഇത് നമ്മുടെ നാട്ടിലുള്ള ഊളം തകര എന്നാണ് മലയാളത്തിൽ പറയുന്നത്. ഈ ഊളം തകരയുടെ ഏറ്റവും വലിയ പ്രത്യേകത, ഇത് ഇന്ന് അല്ല വളരെ നാളുകൾക്ക് മുമ്പ് ഉപയോഗിച്ചിരുന്നു. നീഗ്രോ കോഫി എന്ന് ഉപയോഗിക്കുന്നത് ഇതിന്റെ വിത്ത് പൊടിച്ച് കോഫി ഇട്ട് കുടിക്കുന്ന ഒരു സിസ്റ്റം ഇപ്പോഴും കസ്റ്റംസ് ഉണ്ട്, ഒരു വിഭാഗക്കാരുണ്ട്. ആഫ്രിക്കയെ പോലുള്ള ചില രാജ്യങ്ങളിൽ ഉണ്ടെന്ന് പറയുന്നു. നമ്മുടെ നാട്ടിൽ ഇത് ധാരാളമായിട്ട് ഉപയോഗിച്ചിരുന്നത് ചൊറി, ചിരങ്ങ്, വിസർജിക, എന്തോന്ന് എന്നാണ് പറയുന്നത്, വിസർപ്പം. നമ്മുടെ ഈ ഹെർപ്പിസ് സോസ്റ്ററിനെയാണ് വിസർപ്പം എന്ന് പറയുന്നത്. ഹെർപ്പിസ് സോസ്റ്റർ ഇതേപോലുള്ള രോഗങ്ങൾക്ക് പുറമേ ഇതിന്റെ ഇല അരച്ച്, ഇല അല്ലെങ്കിൽ വേര് ചൂടാക്കുമ്പോൾ നല്ല രക്തവർണ്ണമുള്ള ഒരു സൊല്യൂഷൻ കിട്ടും. മിക്കവാറും ഔഷധങ്ങളെല്ലാം വേര് ചൂടാക്കുമ്പോൾ നല്ല ചുവന്ന ഒരു ഇതാണ് വരുന്നത്. അത് തന്നെ വലിയ പ്രത്യേകതയാണ്. ഞാൻ നേരത്തെ ക്രോമോഡൈനാമിക്സ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. എന്താണ് ക്രോമോഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ, ഈ നിറങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. നിറങ്ങൾ പ്രതിഫലിപ്പിക്കുന്നവ നമുക്ക് കാണുന്നു, അബ്സോർബ് ചെയ്യുന്നത് മുഴുവൻ ബ്ലാക്ക് ആയി പോകുന്നു. വൈറ്റ് കളർ എന്ന് പറയുന്നത് എല്ലാ വിബ്ജ്യൂറിനെയും പ്രതിഫലിപ്പിക്കുന്നു. റെഡിനെ മാത്രം പ്രതിഫലിക്കുന്നുണ്ടെങ്കിൽ അത് റെഡ്. അതിന് ഏറ്റവും കൂടുതൽ എന്തോന്നോ ഫ്രീക്വൻസി, വേവ് ലെന്ത്, ഇതിനൊക്കെ വ്യത്യാസമുണ്ട്. അപ്പൊ ഫ്രീക്വൻസി കുറഞ്ഞു വരുന്നതോറും വേവ് ലെന്ത് കൂടി വരികയാണ്. വേവ് ലെന്ത് കൂടിയ ഏറ്റവും കൂടുതൽ വയലറ്റ് ഒക്കെ നമുക്ക് വളരെ ദൂരെ നിന്ന് കാണാൻ സാധിക്കില്ല. എന്നാൽ റെഡ് വളരെ ദൂരെ നിന്നേ കാണാൻ കഴിയും. യെല്ലോ ലൈറ്റാണ് നമ്മൾ വാഹനങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. ഇതൊക്കെ നമ്മൾ ലൈറ്റിനെ ശ്രദ്ധിക്കണം. ഞാൻ ഈ ക്രോമോഡൈനാമിക്സ് നമ്മുടെ ഈ പ്ലാന്റ്സിന്റെ ഡൈനാമിക്സവുമായിട്ട് ചേർന്ന് വളരെ ചിന്തിക്കേണ്ടതാണ്. വളരെ വർഷങ്ങൾക്ക് മുമ്പ്, നമ്മുടെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ആദ്യം പെയിന്റ്സ്, കളറുകൾ ഉണ്ടാക്കിയിരുന്നത് സസ്യങ്ങളെ അരച്ചും പൊടിച്ചുമാണ് ഓരോ പ്രത്യേക രീതിയിലുള്ള പെയിന്റുകൾ ഉണ്ടാക്കിയിരുന്നത്. അപ്പോ ആ നിറങ്ങൾ, ചായങ്ങൾ ആണ് അവ ഗുഹാതലങ്ങളിൽ, പ്രതലങ്ങളിൽ
ചിത്രങ്ങളിലും വലിയ വസ്ത്രങ്ങളിലും ഒക്കെ പണ്ടുകാല പരവതാനികളിലെല്ലാം ചിത്രീകരിച്ചിരുന്നത് ഈ ചിത്രം ഇതിന്റെ ഛായങ്ങൾ കൊണ്ടാണ്. ആ നോനിയുടെ ഛായങ്ങൾക്ക് ഒരുപാട് നാൾ നിലനിൽക്കാൻ കഴിയും അതിന്റെ ലീഫിന്. അതുപോലെ ഇലകളുടെ എല്ലാം ചായം പ്രത്യേകമാണ് കണക്കാക്കിയത്. പിന്നീട് ആൽക്കമി എന്ന് പറയുന്ന ഒരു വിഭാഗക്കാരുണ്ട്. അതായത് ആൽക്കമി എന്ന് പറയുന്ന ഒരാളല്ല, കുറെ പേരാണെന്നും ആൽക്കമി എന്ന് പറയുന്ന ഒരാളാണെന്നും അഭിപ്രായമുണ്ട്. ഈ ആൽക്കമിയുടെ പ്രധാനം എന്ന് വെച്ചാൽ അദ്ദേഹം കെമിസ്ട്രിയുടെ പിതാവ്. അദ്ദേഹം കെമിസ്ട്രി കണ്ടുപിടിച്ചത് തന്നെ നമുക്കറിയാം. ഇപ്പം ഒരിക്കൽ അദ്ദേഹം ഏതോ ഒരു സ്വർണം കണ്ടുപിടിക്കുന്നതിന് വേണ്ടി കണ്ടമാനം യൂറിൻ കളക്ട് ചെയ്ത് അവയെ തിളപ്പിച്ചും മറിച്ചും കെമിക്കൽ റിയാക്ഷൻസ് നടത്തിയും, അന്ന് കെമിസ്ട്രി എന്ന് പറയുന്ന ഇതാണ്, ടെസ്റ്റ് ചെയ്തു. അതിൽ നിന്ന് അദ്ദേഹം യൂറിയ പോലുള്ള പദാർത്ഥങ്ങൾ പലതും വേർതിരിഞ്ഞു എന്നൊക്കെയാണ് നമ്മൾ കെമിസ്ട്രിയെ കുറിച്ചുള്ള ചരിത്രത്തിൽ മനസ്സിലാക്കുന്നത്. അതുപോലെ ലോകത്ത് എന്തെങ്കിലും ആദ്യമായി തുടങ്ങിയിട്ടുണ്ടെങ്കിലോ എന്തെങ്കിലും പേര് കണ്ടിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ എല്ലാം തന്നെ അവയുടെ നാമകരണത്തില് ആണ് അവസാനിക്കുന്നതിൽ കാണുന്നത്. അത് തുടക്കം തന്നെ അവരുടെ ആവശ്യം എന്ന് പറയുന്നത് ഔഷധത്തിനും ശരീരത്തിനും വേണ്ടിയാണ് എന്ന് നമ്മൾ കാണാം. ഔഷധവും ശരീരശാസ്ത്രവുമാണ് ആദ്യം എല്ലാ മനുഷ്യന്റെ ആദ്യത്തെ കൂടെ പുറത്ത് അവൻ എടുത്തു വയ്ക്കാനും സമ്പാദിക്കാനും തുടങ്ങിയതെന്ന് നമുക്ക് ചരിത്രം മനസ്സിലാക്കാം. ഇതിന്റെയൊക്കെ കണ്ടാൽ ജനറലായിട്ട് ഈ സസ്യങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. കെമിസ്ട്രിയും ഫിസിക്സും ബയോളജിയും എല്ലാം തന്നെ ഉടലെടുത്തത് സസ്യങ്ങളിൽ നിന്നുള്ള ആവശ്യങ്ങളിൽ നിന്നാണ്. അത് വൈദ്യശാസ്ത്രമാണ്. നെക്സ്റ്റ്, അപ്പൊ ഈ ഇതിന്റെ വേര് ഉപയോഗിക്കാറുണ്ട്. ഇതിന്റെ അരി പൊടിച്ച്, അരി എന്ന് പറഞ്ഞാൽ ഇതിന്റെ സീഡ്സ് നീളത്തിൽ കണ്ടിട്ടുണ്ടായിരിക്കും. ഈ ഉളന്തകര എന്ന് പറയുന്നത് നമുക്കറിയാം, വല്ലാത്ത സ്മെല്ലാണ്. അത് എടുക്കാൻ നല്ല പാടാണെങ്കിലും ഇതിന്റെ ഈ റൂട്ട് എടുത്ത് തിളപ്പിച്ച് കുടിച്ചാൽ നമുക്ക് മാറാത്ത ഏത് വ്രണങ്ങളും, വ്രണമല്ല, ഈ ചിരങ്ങ് ചൊറി പോലുള്ള ത്വക്ക് രോഗങ്ങൾക്ക് നല്ല ശമനമുള്ളതാണ്. പിന്നെ പൊതുവെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ് ഇതിന്റെ ഈ അമരി വിത്തിട്ട് തിളപ്പിച്ച് കുടിക്കുന്നത്. നെക്സ്റ്റ്, അടുത്തത് കാണിക്കാമോ? അതിന്റെ സീഡ്സ് ക്രിസ്റ്റൽസ് ആണ് ഈ കാണുന്നത്. ഇതിന്റെ മുകളിലും താഴെയും വലത് സൈഡിലെല്ലാം കാണുന്ന ക്രിസ്റ്റൽസ് ആണ്. ഇതിൽ തന്നെ ഈ ഇപ്പൊ കുറച്ച് വളരെ സൺ പോലെ ചെറിയ നെറ്റ്വർക്ക് പോലെ ചിലന്തി വലകൾ നെയ്ത് വെച്ചിരിക്കുന്ന പോലെ ചെറുതായിട്ട് കിടക്കുന്നുണ്ട്. ഇത് ഇതിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഈ നമ്മുടെ ഈ ഉളന്തകരയുടെയും തകര ഐറ്റംസിന്റെയും കൂടെ കാണുന്ന ഒന്നാണ് ഇത്. തകരകൾ ഒരുപാടുണ്ട്. ഉളന്തകര, അടുത്തത് പറയാമോ? എല്ലാം കാഷ്യ ആണ്. കാഷ്യ തകരകളെല്ലാം കാഷ്യ എന്ന് പറയുന്ന ഓക്സിഡൻസസ് എന്നാണ് ഉളന്തകരയുടെ പേര്. കാഷ്യ ഓക്സിഡന്റാലിസ് ആണ് ഇത്. അപ്പോ ഇത് ഓരില ഇല്ലാത്ത ഒരു ആയുർവേദ മരുന്നും കാണില്ല. കഷായങ്ങൾക്കും ഔഷധക്കൂട്ടുകൾക്കെല്ലാം ധാരാളമായിട്ട് ഉപയോഗിച്ചു വരുന്ന ഒരു സസ്യമാണ് ഓരില. പക്ഷെ നമ്മൾ കണ്ടിരിക്കാൻ ഇടയില്ല. ഞാനിത് പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ ഇതിനെ ശ്രദ്ധിച്ചത്. ഈ ലീഫിന്റെ പുറത്തുള്ള വെളുത്ത ചെറിയ 2 സ്പോട്ട് ഇല്ലേ, അത് നാച്ചുറലായിട്ടുള്ളതാണ്. നല്ല ഹെൽത്തി ആയ ലീഫിന്റെ പുറത്ത് ഇങ്ങനെ ചെറിയ വൈറ്റ് കാണും. പിന്നെ ഇതിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാല് മുകളിലൊക്കെ ശ്രദ്ധിച്ചാല് അരിവാൾ പോലെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വളഞ്ഞ ഒരു ഇത് കാണാം. അത് അതിന്റെ ഇൻഫ്ലോറസൻസിന് അതിന്റെ സീഡ്സ് ആണ്. അപ്പൊ ഇത് പ്രത്യേകതയാണ്. ഒത്തിരി വളഞ്ഞ നല്ല സസ്യത്തിൽ മാത്രമേ, വലിയ മുതിർന്ന സസ്യത്തില് ആ വിത്തുകൾ വരുള്ളൂ. വിത്തുകൾ വന്നു കഴിഞ്ഞാൽ അത് പാകപൂർത്തിയായി എന്നുള്ളതാണ്. ഇത് വർഷങ്ങളായിട്ട് നിൽക്കും. നല്ല ഉയരത്തില് എന്ന് പറഞ്ഞാല്, നല്ല ഉയരം എന്ന് പറഞ്ഞാൽ മിക്കവാറും ഒരു 3 അടിയിൽ കൂടുതൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ എന്റെ അടുത്ത് ഇപ്പോഴും ഒരെണ്ണം പുതിയതായിട്ട് ഒരു 2-3 അടിയിൽ ഒരെണ്ണം നിൽക്കുന്നുണ്ട് എന്റെ വഴിയിൽ. അപ്പൊ ഇത് അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് എത്രയും വലുതാകുമോ. ഞാൻ സാധാരണ കണ്ടിട്ടുള്ളത് ഔഷധം കുറച്ചുകൂടെ പൊക്കം കുറഞ്ഞതാണ്. 3 അടിയൊന്നും വരില്ല. ഒരു 1.5 അടി, 1 അടി, 2 അടി വരും. ലീഫിന് ഒരു 10 സെന്റിമീറ്ററും 12-13 സെന്റിമീറ്റർ വരെ ലീഫ് ചിലപ്പോൾ വലിയ ലീഫായിട്ടും കാണുന്നുണ്ട്. ഈ ലീഫും നല്ല ചവർപ്പൊന്നുള്ളതല്ല. വായിൽ നമുക്ക് എടുത്ത് ചവച്ച് നോക്കിയാൽ നല്ല ഒരു സ്വാദി, എന്തോ ഒരു ചെറിയൊരു പൾപ്പി ഒരു സ്വാദി വരും. അത് എല്ലാ ഔഷധങ്ങൾക്കും ഉപയോഗിക്കുന്നതാണ്. പക്ഷെ കണ്ടാൽ ഔഷധമൊന്നും പോലും തോന്നില്ല. അല്ലെങ്കിൽ എന്താണ് ഇതിനുള്ള ഔഷധം, മണവും ഗുണവും ഒന്നും ഉള്ളതല്ല. അപ്പൊ എന്താണ് ഔഷധം എന്ന് തോന്നിപ്പോകും. പക്ഷെ ഇതിന്റെ വേരും രണ്ടും ലീഫും സമൂലം കണ്ടമാനം ഔഷധങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒന്നാണ് ഈ നമ്മുടെ ഓരില. ഇതിന്റെ ക്രിസ്റ്റൽസിന് വളരെ പ്രാധാന്യമുണ്ട്. ഒന്ന് കാണിക്കാം. ഇതിനെ വേറൊരു രീതിയിൽ പറയാം. അതായത് റെസിനും ആൽക്കലോയിഡും ഒക്കെ ഉണ്ട് ഇതിൽ റൂട്ട്സിൽ. അതൊന്നും ഞാൻ എടുത്തു പറയുന്നില്ല. ഈ പുസ്തകത്തിൽ ഇത് വായിക്കാൻ പറ്റുന്നവർക്ക് മനസ്സിലാക്കാം. ഞാൻ ഇതിന്റെ വേറൊരു പ്രത്യേകതയാണ് കാണിക്കാനാണ് കൂടുതൽ ഇൻട്രസ്റ്റ്. അതായത് അതിന്റെ മുകളിൽ കാണുന്നത് കണ്ട ഒരു ഫ്ലവർ പോലെ കിടക്കുന്ന ഇത് ഒരു ഇലയാണ്, ഒരു ഫ്ലവർ അല്ല എന്ന് പറയാൻ ഒരു പക്ഷേ ഈ ക്രിസ്റ്റലായിരിക്കും അതിനെ പേരിട്ടതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ ഓരില എന്ന് പറഞ്ഞ എല്ലാ ഇലകളും, എത്രയോ ഇലകളുണ്ട് ഔഷധങ്ങളില്.
പക്ഷെ ഇതിനെ മാത്രം ഒരില എന്ന് പറയുന്ന എന്താ പേര്? ഒരു ഡെസ്മോഡിയം ഗാഞ്ചന്റിക്കം എന്നാണ് ഇതിന്റെ സയന്റിഫിക് നെയിം. ഡെസ്മോഡിയം ഗാഞ്ചന്റിക്കം. ഓൾ പ്ലാന്റ് ആണ് ഉപയോഗിക്കുന്നത്. ഈ വൈറ്റ് ചെറിയ ഡിസ്കളറേഷൻ ഒരു സാധാരണ നാച്ചുറലായിട്ട് കാണുന്ന ഒന്നാണ്. തളിരിലകൾ കുറച്ചുകൂടെ ഗ്രീൻ അല്ലാതെ വരും. താഴോട്ടുള്ള ലീഫ് ചെറുതും നല്ല ഗ്രീനും ആയിരിക്കും. ഈ ഫ്ലവർ പോലുള്ള ക്രിസ്റ്റൽ ഞാൻ കണ്ടത് ഇതിൽ മാത്രമാണ്. ഇത് ഒരു റോസ് പോലെ കിടക്കുന്നു. ഇത് ശരിക്കും ഡൈലൂഷൻ വെള്ളത്തിൽ അലിയുന്ന ഒന്നാണ് ഈ ക്രിസ്റ്റൽ. പൗഡർ പോലെ ഇങ്ങനെ കിടക്കുന്നെങ്കിലും പെട്ടെന്ന് അത് ജോയിൻ ചെയ്ത് വന്നു. ഇതിന്റെ റൈറ്റ് സൈഡ് കിടക്കുന്നത് നല്ല കണ്ണാടി പോലുള്ള ഒരു എന്താ പറയുന്ന വൈഡൂര്യം പോലുള്ള ഒന്നാണ്. ഒരു കല്ല് പോലെ നല്ല തിളക്കമുള്ള ഒരു ക്രിസ്റ്റലാണ് ഇത്. ഇതിന്റെ ഒരു പ്രത്യേകതയാണ്. ഈ ഒരിലയിൽ മാത്രം ഞാൻ കണ്ടതാണ്. താഴ്വശത്ത് കിടക്കുന്ന നല്ല വൈറ്റുള്ള ഒരു ക്രിസ്റ്റലും ഇതിന്റെ പ്രത്യേകതയാണ്. ഈ ഒരിലയല്ല, അതൊരു ഫ്ലവറാണ് എന്ന് ആരോ ഇതിന്റെ പിന്നിൽ ഇങ്ങനെ പ്രഹസനം വെച്ച് പരിഹസിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. അടുത്തത് ഈ ഫ്ലവറിന്റെ പിക്ചർ എല്ലാവരും മനസ്സിൽ വയ്ക്കണം. നല്ല പിക്ചറാണ്. അതിന്റെ തന്നെ ഇപ്പോഴും കാണാം. അതിന്റെ വേറൊരു ഇപ്പോ രണ്ടുപേര് വന്നു എന്ന് പറഞ്ഞ് ഹോസ്റ്റ് ആക്കിയതുകൊണ്ടാണ് ഞാൻ ആക്കിയിട്ടുണ്ട് അവരെ. ഓക്കെ, അടുത്ത ക്രിസ്റ്റൽസ് ഒന്ന് കാണിക്കാം. ഈ ഒരലയുടെ ക്രിസ്റ്റൽസ് വളരെ പ്രധാനമാണ്. അടുത്തത് നമ്മുടെ ക്യാപ്സിക്കമാണ്. സാധാരണ പച്ചമുളക് തന്നെ. ഇതിനെ കുറിച്ച് ഞാൻ കൂടുതലായിട്ട് ഒരു ഡിസ്ക്രിപ്ഷൻസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. കാരണം ആ വിചാരിക്കുന്ന പോലെ ചെറിയൊരു സാധനമല്ല. ഈ പച്ചമുളക് വളരെ കൂടുതൽ ചില്ലി ക്യാപ്സിക്കം, അതായത് പച്ചമുളക് എന്ന് തന്നെയാണ്. ഫ്രൂട്ടാണ് ഞാൻ അതിനകത്ത് വാച്ച് ചെയ്തത്. മുമ്പുള്ളതാ. ആ ക്യാപ്സിക്കം കാണിക്കണം. അതിന്റെ മുമ്പ് ഇങ്ങോട്ടാ വന്നോണ്ടിരിക്കുന്ന. മുമ്പോട്ട് പോകണം. തിരിച്ചു പോകണം. മുകളിലോട്ട് തിരിച്ചു പോകണം. ക്യാപ്സിക്കം അത് തന്നെ. അപ്പൊ ഇത് നമ്മുടെ നാട്ടിൻപുറത്ത് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന, കുറച്ചുകൂടെ മുകളിലോട്ട് കാണിക്കണം ഡോക്ടറെ. ഇപ്പം കാണാം പച്ചമുളക്. കണ്ടില്ലേ? ഇത് ഈ പൊട്ടാഷ്യത്തിനാൽ സമൃദ്ധമാണ്. ഈ കാൽസ്യം കൊണ്ടും പൊട്ടാഷ്യം കൊണ്ടും സമൃദ്ധമാണ്. ഏറ്റവും കൂടുതൽ പൊട്ടാഷ്യം നമുക്ക് കിട്ടുന്ന ഒരു പച്ചക്കറി ഏതാണ്? അത് ഈ പച്ചമുളകാണ്. പച്ചമുളക് ധാരാളമായിട്ട് കഴിക്കുന്നത് നമ്മൾ നല്ല പൊട്ടൻഷ്യൽ ആക്കി വെക്കുകയും ചെയ്യും. ഹാർട്ടിന് ഏറ്റവും നല്ല ഒരു മരുന്നായിട്ട് ചെറിയ കാന്താരിയെ കുറിച്ചൊക്കെ ഇപ്പൊ അടുത്ത കാലത്ത് കൂടുതൽ പറയുന്നുണ്ട്. അതുപോലെ ഈ വെളുത്തുള്ളി കാന്താരിയൊക്കെ ചേർത്ത പദാർത്ഥങ്ങൾ കൊളസ്ട്രോളിനെ കുറയ്ക്കും എന്നൊക്കെ പറയുന്നത് അത് യഥാർത്ഥമാണ്. കാരണം ഫോസ്ഫറസും കാൽഷ്യം ഉള്ളതിൽ ചെറിയൊരളവ് ഫോസ്ഫറസും കാണും. ഇപ്പൊ വെജിറ്റബിൾസിൽ നിന്ന് കിട്ടുന്ന ഒരു മൂലകം, ഒരു എലിമെന്റ് ഒരിക്കലും നമ്മൾ ഒരു സിന്തറ്റിക് ആയിട്ട് കൊടുക്കുന്ന ഒരു എലിമെന്റ് പോലെ അല്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചാല് ഒരു സാധനം നമ്മുടെ ശരീരത്തിനായിട്ട് അമിക്കബിൾ, അതായത് നമുക്ക് വേണ്ടത്ര രീതിയിൽ അബ്സോർബന്റ് ആയി വരണമെന്നുണ്ടെങ്കിൽ അതിനെ തിരിച്ചറിയണം ആദ്യം. ഈ ശരീരത്തിന്റെ നമ്മുടെ ജീവന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡിങ് ആണ്. അതായത് നോളജ് ആണ്. നോളജ് എന്നുള്ള വേർഡ് തന്നെ പറയണം. ആ ജ്ഞാനം എങ്ങനെ ഉണ്ടായതാണ്? കാലകാലാന്തരങ്ങളിലൂടെ വന്നതാണ്. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ പ്രത്യേകമായിട്ട് ഭൂമിയിൽ നമ്മൾ പ്രത്യേകിച്ചൊന്നും ഉണ്ടായ ജീവജാലങ്ങളാണെങ്കിൽ കൂടി മനുഷ്യരാശി അങ്ങനെയും വരാൻ വളരെയേറെ സാധ്യതയെന്നാണ് ഇപ്പൊ അടുത്ത കാലത്ത് പറയുന്നത്. ഏലിയൻസ് നമുക്ക് ഇവിടെ വന്നത്, നമ്മുടെ പിതാക്കന്മാർ ഇവിടെ വന്നതാണ്, അവരിൽ നിന്ന് നമ്മൾ ഉണ്ടായതാണ്. പല സങ്കരമായിട്ട് വന്ന ഒരു വിഭാഗം കൂടുതൽ ജീർണിച്ചും ക്ഷയിച്ചും ഇപ്പൊ ഈ അവസ്ഥയിലെത്തിയിരിക്കുന്നു എന്ന് പറയാം. എന്നാലും അന്നത്തെ നമ്മുടെ ശരീരത്തിലുണ്ടായിരുന്ന ജൈവ ഘടകങ്ങൾ ഇന്നും നാം ഇതുവഴി തന്നെ കൂടുതലായിട്ട് നാം ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ള വസ്തുത നാം മറക്കരുത്. അത് യഥാർത്ഥമാണ്. എങ്കിൽ മാത്രമേ നമുക്ക് നിലനിൽപ്പുള്ളൂ. ജീവന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ ഈ ക്യാരിയിങ് ഓവർ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കൃത്യമായിട്ടും റെഗുലറായിട്ടും മാത്രമല്ല മാത്തമാറ്റിക്കൽ പ്രോഗ്രഷനിൽ കറക്റ്റായിട്ട് പോയിക്കൊണ്ടിരുന്നാലേ ശരിയാവും. അല്ലാത്തടത്തോളം അത് ക്യാൻസർ സെൽസ് ആയി മാറിപ്പോകും. അപ്പൊ സെൽസ് ഡിവൈഷൻ എന്ന് പറയുന്നത് ഹെൽത്തി ആയിരിക്കുന്നിടത്തോളം കാലം അവയ്ക്ക് വേണ്ടത്ര സപ്ലിമെന്റ്സ് എന്ന് പറയുന്നതും ഹെൽത്തി ആയിട്ട് തന്നെ കൂടെ പോയിക്കൊണ്ടിരിക്കും. ഒരു സ്പേമിൽ ഇത്രയും സ്പേമിന്റെ റൂട്ട് ഏറ്റവും കൂടുതൽ മറ്റെല്ലാ എലമെന്റ്സിനേക്കാളും എടുത്തു പറയുന്ന ഒരു എലമെന്റ് സ്പേമിലുണ്ട്. എന്താണെന്ന് അറിയോ? സിങ്കാണ്. സിങ്കില്ലെങ്കിൽ വാസ്തവത്തിൽ ഇതിന്റെ വാല് പോകില്ല. ശരിക്കും ഇതിന് മുന്നോട്ട് ശക്തമായിട്ട് പോകാൻ കഴിയില്ലെന്നാണ്. അപ്പൊ അത് സിങ്ക് ഇത്രമാത്രം പ്രാധാന്യം അറിയിക്കുന്ന ഒന്നാണ്. എന്ത് സ്റ്റെബിലിറ്റിയുള്ള സിങ്കാണെന്ന് അറിയോ? സിങ്കിനെ കുറിച്ച് നമ്മൾ വായിക്കുകയാണെങ്കിൽ സിങ്ക് അധികമായിട്ട് യൂസ് ചെയ്താൽ ശരീരം വളരെ കമ്പി പോലെ ആയിപ്പോയി. നമുക്ക് വളരെ പാടാണ് നമ്മുടെ മെറ്റബോളിസം മുന്നോട്ട് കൊണ്ടുപോകാൻ. ആഴ്സനിക്ക് പിന്നെയും നമുക്ക് ശരിയാകും എന്നാണ് പറയുന്നത്. ആഴ്സനിക്കും സിങ്കിനെയും കുറിച്ച് പറയുന്ന ഒരു ഇന്റർ റിലേഷൻസ് ഉണ്ട്. ഞാനത് സമയം കിട്ടുകയാണെങ്കിൽ അടുത്ത ഒരു ക്ലാസ്സിൽ ഈ ഇന്ററാക്ഷൻസ് എന്ന് പറയുന്ന എലിമെന്റ്സിന്റെ ഇന്ററാക്ഷൻസ് ഞാൻ കുറച്ച് വായിച്ചിട്ടുണ്ട്. ഇതിന് എനിക്ക് സഹായിച്ചതാണ്.
അത് ഞാൻ പറയാം. ഇപ്പോൾ സിങ്കും ആഴ്സനിക്ക് കൂടുതൽ എടുത്താൽ തലച്ചോറിൽ നിന്ന് 2 ആഴ്സനിക്ക് 4 സിങ്കിനെ പുറന്തള്ളുന്നു. അങ്ങനെയാണ് ഈ ആഴ്സനിക്ക് ഇരിക്കുന്നത്. തൽക്കാലത്തേക്ക് അത് മതി. അപ്പോൾ നമ്മുടെ ഒരു ഡോസ് ആഴ്സനിക്ക് വളരെ കൂടുതൽ ഫങ്ഷൻ 10-60 ദിവസം ആക്ട് ചെയ്യുന്നുവെങ്കിൽ അതിന് കാരണം ഇതാണ്, ഇതിന്റെ ഈ ഡിസ്കാർഡിങ് പവർ. അതിനുശേഷം പിന്നെ അവിടെ മറ്റ് ന്യൂറോൺസിന് വേണ്ടത്ര ഇത് വരും. അപ്പം വരുന്ന സ്റ്റക്കോ അല്ലെങ്കിൽ അവിടെ വന്നിരിക്കുന്ന ഒരു എന്താ പറയുക റെസിസ്റ്റൻസ്, ബ്രെയിനിൽ വരുന്ന ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് തൽക്കാലം അങ്ങ് മാറുമ്പോൾ മെമ്മറിയൊക്കെ ക്ലിയർ ആവുന്നു. അങ്ങനെ ആഴ്സനിക്കൊക്കെ ശരിയാകും പ്രവർത്തിക്കുന്ന ബ്രെയിനിൽ അങ്ങനെ വരാം. അപ്പൊ ഈ സിങ്കിനെ പറ്റി പറയുന്നത്, പ്ലാന്റ്സിന് ഞാൻ സിങ്ക് അപ്ലൈ ചെയ്ത് കണ്ടിട്ടുണ്ട്. നമ്മളിപ്പോ കൃഷിയുടെ ഭാഗത്ത് നിന്ന് സിങ്കെല്ലാം അത്യാവശ്യമായ മൂലകമാണ് സിങ്ക്. പക്ഷെ അത് കുറച്ച് കൂടുതലായിട്ട് സിങ്ക് ഇരിക്കുകയല്ലേ, നമ്മുടെ ബാറ്ററിയിലെ ബാക്കിലൊക്കെ ഇരിക്കുന്ന സിങ്കാണ്. കുറച്ച് ചുരണ്ടിയത് അല്ലെങ്കിൽ നന്നായിട്ട് എടുത്തിട്ട് പ്ലാന്റ്സിനെ മൂട്ടിയിട്ട് നോക്കുക. ആ പ്ലാന്റ്സ് എല്ലാം വളരെ റച്ചഡായി ഇങ്ങനെ ഒരു സ്റ്റൗട്ടി വളരെ എന്താ പറയുക എന്ന് പറഞ്ഞാൽ കമ്പി പോലെ എന്നാണ് അതിനെ പറയുന്നത്. ഒരു ഉണങ്ങിയ ആൾക്കാർ ഉണക്ക മീനിരിക്കുന്ന പോലെ ഇരിക്കുന്ന ഒരു മനുഷ്യനായി മാറും സിങ്ക്. അത്തരത്തെയും ഭയമാണ്. എന്നാൽ സിങ്ക് വളരെ ഗ്രാജുവലായിട്ട് കുറേശ്ശെ കൊടുക്കണമെങ്കിൽ നല്ല ലംബം പോലെയാണ്, ലെഡ് പോലെ. ലെഡിനും ഈ സ്വഭാവമുണ്ട്. ലെഡ് രണ്ടാമത്തെ സ്റ്റേജിൽ ലെഡ് എങ്ങനെ വരുന്നു, വളരെ ഡെഡായി പോകുന്ന സെൽസ് ആവുന്നു. ആദ്യം അതിങ്ങനെ പതിവത ചതുപ്പൊക്കെ നിന്ന് ആളിനെ കാണാതെ കൂടിയിരിക്കും. ഇന്നത്തെ നമ്മുടെ ലെഡ് പോയിസണിങ് വരാത്ത ഒരാൾ പോലും ഇന്ന് കാണില്ല. മിക്കവാറും പേരെല്ലാം ലെഡ് പോയിസണിങ് വന്ന് ഇരിക്കുന്ന ആൾക്കാരാണ്. നമ്മൾ കണ്ടമാനം ലെഡ് കിട്ടുന്നത് എങ്ങനെ, നമ്മുടെ ഈ വാഹനത്തിൽ നിന്ന് വരുന്ന ലെഡ്, പിന്നെ റോഡിൽ കിടക്കുന്ന വെള്ളവും കുടിച്ചു വരുന്ന മാട്, അതിന്റെ ഭക്ഷണം എല്ലാം കൊണ്ടും കണ്ടമാനം ഗ്രീസിൽ നിന്നൊക്കെ കിട്ടുന്ന ലെഡിന്റെ ഒരു കൊളാമ്പിയാണ് ഇന്ന് നമ്മുടെ ബോഡി എന്ന് വേണമെങ്കിൽ പറയാം. അത് അതുകൊണ്ടാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ തോട്ട്സിന്റെ പ്രൊവോക്കിംഗ് ഐഡിയാസ്, തോട്ട്സിന്റെ മൂവ്മെന്റ്സ്, പുഷ്പം പോലെ ഇരിക്കേണ്ട ബ്രെയിൻ ഇന്ന് എന്തുപോലെയായി, കടലാസ് പോലെ ഇരിക്കുന്ന ബ്രെയിനായി മാറിയിരിക്കുക. അതുകൊണ്ടാണ് നമ്മുടെ തോട്ട്സിന് ഐഡിയാസിന് നമുക്ക് ക്ഷമയില്ലായ്മ. എനിക്ക് തന്നെ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമുക്ക് എല്ലാ കാര്യങ്ങളോടുമുള്ള സമീപനം ആറ്റിറ്റ്യൂഡാണ് ഏറ്റവും വലുത്. ഈ ആറ്റിറ്റ്യൂഡിനെ നന്നാക്കി വെക്കുന്നതിന് നാം മാത്രം വിചാരിച്ചാൽ പറ്റില്ല. നമ്മുടെ ഫുഡാണ് ആറ്റിറ്റ്യൂഡിനെ നന്നാക്കുന്നത്. ആറ്റിറ്റ്യൂഡിന്റെ ബേസിക് ആയിട്ടുള്ള അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഫുഡാണ്. ഈ ക്യാപ്സിക്കം എന്ന് കണ്ടമാനം സാധനം ഉപയോഗിക്കുന്ന ആഴ്സനിക്ക് ചേർന്ന പല പെസ്റ്റിസൈഡും ഉപയോഗിച്ചിട്ടാണ് ഈ പച്ചക്കറികൾ ഉണ്ടാക്കുന്നത്. അതിന് പ്രത്യേകിച്ച് ഈ പച്ചമുളക്, ഇപ്പൊ നാം വാങ്ങുന്ന പച്ചമുളകിന് എന്തൊരു മഴുപ്പാണ്, ആ പച്ചമുളകിന്റെ തണ്ടിന് തന്നെ എന്തൊരു കട്ടിയാണ്. ഇതെങ്ങനെ വരുന്നു? ഈ പെസ്റ്റിസൈഡ് ഉപയോഗിച്ച് മുളകെല്ലാം പ്രത്യേക രീതിയിലായി ഇരിക്കുകയാണ്. അതിന് എരിയൊക്കെ ഉണ്ടെങ്കിലും ഇപ്പൊ പലതിനും ഫ്ലഷി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ കണ്ടമാനം കിട്ടുന്നുണ്ട്. അതാണ് ഈ പച്ചമുളകിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ധാരാളമായിട്ട് പൊട്ടാഷ്യം ഉണ്ട്. അത് സൂക്ഷിക്കുന്നതിനുള്ള അതിന്റെ ആ ടെൻഡൻസിയൊക്കെ പലതും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ എന്നൊരു തോന്നിയിട്ടുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ റിസർച്ച് ഇപ്പൊ ഈ പ്ലാന്റ്സ് റിസർച്ച് എന്ന് തന്നെ പറയേണ്ടി വരും. പരീക്ഷണത്തിൽ ഞാൻ കൂടുതലായിട്ട് ഉപയോഗിച്ചത് ഈ പച്ചമുളകാണ്. ഇതിന്റെ നെക്സ്റ്റ് ക്രിസ്റ്റൽ എന്ന് കാണാം, സാധാരണ കാണുന്ന പച്ചമുളക്. ഇപ്പം നമുക്ക് ഹൃദയരോഗങ്ങൾക്ക് നല്ലതാണ്. അതേപോലുള്ള ഗ്യാസ്ട്രിക് ജ്യൂസ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അസിഡിറ്റി, അൾസർ ഇതിനൊക്കെ ഉള്ള മരുന്നാണ്. പിന്നെ ചുമയ്ക്കുള്ള മരുന്നാണ്. ഹോമിയോപ്പതിക്കലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. അതൊക്കെ നമുക്ക് അറിയാം. ഇതൊക്കെ മിതമായിട്ട് ഉപയോഗിച്ചാൽ നല്ലതാണ്. ഇനി നെക്സ്റ്റ് ക്രിസ്റ്റൽസ്, ഇതെല്ലാം ടിപ്പിക്കലായിട്ടുള്ള ക്രിസ്റ്റൽസ് ആണ്. മുകളിൽ കിടക്കുന്ന 4 എണ്ണവും ചില്ലിയിൽ കണ്ടതാണ്. ഇപ്പോൾ ഞാൻ ഈ ഇടത് സൈഡിൽ കണ്ടത് ഒരു ക്രിസ്റ്റൽ, ഞാൻ 2-3 ദിവസത്തിന് മുമ്പ് എനിക്കൊരു ചേഞ്ച് വന്ന് കണ്ടു. മെഡിസിൻ കൊടുത്തപ്പോൾ എന്ന് പറഞ്ഞു. ആ ക്രിസ്റ്റലിൽ ഒന്നാണ് ഈ ചെറിയ റൗണ്ട് ആയിട്ട് കിടക്കുന്ന, അതിന് നടുക്ക് കിടക്കുന്നത്. അത് താഴ്വശത്ത് ഇതിന്റെ ഒരു ട്രയാങ്കുലർ ആയിട്ട് ഒന്ന് വലുതായിട്ട് കിടപ്പുണ്ട്. പിന്നെ കമിഴ്ന്ന് കിടക്കുന്ന കുടപുഴലെ ഒരു സാധനം കിടക്കുന്ന, അതിന് കുറച്ച് ഭാഗം ഇല്ലാത്തതാണ്. അതെന്റെ ഒരു പുസ്തകത്തിൽ ആദ്യം ഞാൻ കാണിച്ചു. ഒരു ഭാഗം ചീഞ്ഞു പോയ ഒരു വലിയ ക്രിസ്റ്റൽ കിട്ടിയെന്ന്. അതിന്റെ ഒരു ചെറിയ ഭാഗമാണ്. പൂർണ്ണമായിട്ട് അത് ഡെവലപ്പ് ചെയ്ത് വരാൻ കാണുന്നില്ല. അതിങ്ങനെ ഒരു ഭാഗം കുറച്ചും കൂടിയൊക്കെ കാണും. എന്നാൽ അതിന്റെ ആകൃതി കാണുമ്പോൾ അറിയാം ബാക്കിയും കൂടെ ചേർന്നാൽ എങ്ങനെ ഇരിക്കും എന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ്. ആ മുകളിൽ ഒരു ചെറിയ ട്രയാങ്കുലർ ആണ് താഴെ ചിത്രത്തിൽ വരച്ചിരിക്കുന്ന. ആ ട്രയാങ്കുലർ ആയിട്ട് കിടക്കുന്ന ഒരു ക്രിസ്റ്റല് ഇതിന്റെ ടിപ്പിക്കലായിട്ട് മുളകുകളിൽ കാണുന്നതാണ്. അതായത് മുളക് എന്ന് പറയുമ്പോൾ ഈ ചില്ലി, ക്യാപ്സിക്കം എന്നൊക്കെ പറയുന്നത് വേറെ പലതിലും ഈ ഫാമിലിയിൽ വരുന്നതാണ്. അപ്പൊ അതില് ചില സാധനങ്ങളിൽ ഇതിലൊക്കെ കാണാം ഇത്തരത്തിലുള്ള ക്രിസ്റ്റൽസ് ചിലപ്പോ കാണാം. ഈ പച്ച നിറത്തില് റൈറ്റ് സൈഡിലുള്ള കുറച്ച് നല്ല ഗ്രീൻ മരതകമായിട്ടുള്ള നല്ല നിറമുള്ളത്, അത് ചേർന്ന് കിടക്കുകയാണ്. 3-4-5-6 എണ്ണം ഉണ്ട്, 6-7 എണ്ണം ഉണ്ട്. അത് നല്ല ട്രാൻസ്പാരന്റും പച്ച നിറത്തിലുള്ളതാണ്. നെക്സ്റ്റ്, ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഇംഗ്ലീഷ് ക്ലാസ്സിൽ കാണിച്ചിരുന്നു. ഇതിപ്പോ ഇട സൈഡിൽ കാണുന്ന നല്ലൊരു ക്രിസ്റ്റലാണ്. നമ്മുടെ ഷുഗർ മിൽക്കിന്റെ ഒരു ക്രിസ്റ്റൽ ഈ ഷേപ്പിൽ കണ്ടെങ്കിലും ഇത്രയും നല്ല ഷേപ്പും കളറുള്ള ക്രിസ്റ്റൽ, ഇതൊരു ചെറിയ യെല്ലോ കളറിൽ കണ്ടതാണ്. ഇതിന്റെ വലത് സൈഡിലുള്ളതും അതേപോലെ തന്നെ താഴെയും
കാണാം, വൈറ്റിന്റെ ഇതിൽ കാണാൻ കഴിയും. നല്ല ഷുഗർ സ്റ്റാർച്ച്, സോറി, ഷുഗർ ക്രിസ്റ്റൽ പോലെ കാണുന്നത്. അത് എന്തോ ആണ്. നെക്സ്റ്റ്, ഞാനിതിനെ ഓർഗാനിക് ഓർ ഇനോർഗാനിക് ക്രിസ്റ്റൽസ് എന്ന മിനറൽസ് എന്ന് പറഞ്ഞാണ് ഞാൻ എഴുതി കൊടുത്തിട്ടുള്ളത്. പക്ഷെ എനിക്കിത് ചിലതെല്ലാം വ്യത്യസ്തമായിട്ട് അറിയാം. അപ്പോൾ ഈ ക്ലാസ് എടുക്കാൻ കഴിഞ്ഞതുകൊണ്ടുള്ള ഗുണം അതാണ്. എനിക്ക് നിങ്ങളോട് കുറച്ച് പേരെടുത്ത് അത് ഇങ്ങനെ പറയാൻ കഴിയും. അത് പറയുമ്പോൾ കുറച്ചെങ്കിലും ഇതുപോലെ എടുത്തു പറയാമല്ലോ, ഞാൻ കണ്ടതാണ് എന്നുള്ളത്. പക്ഷെ അത് വ്യക്തമായിട്ട് എന്താണ് എന്ന് നമുക്ക് ഓരോന്നും സ്റ്റഡി ചെയ്യാൻ ഒരുപാട് സമയം വേണ്ടതാണ്. ഓർഗാനിക് സ്റ്റഡി, ഇപ്പോൾ ഈ ഇതിൻ്റെ പ്ലാന്റ്സിന്റെ ഫൈറ്റോകെമിസ്ട്രി സ്റ്റഡി ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കെല്ലാം ഇത് കൂടുതലായിട്ട് വളരെ പ്രയോജനപ്പെടും. പ്രത്യേകിച്ച് ഈ ക്യാപ്സിക്കം ഒന്നും ഒരിക്കലും ഒഴിവാക്കാൻ ഒരു ഫൈറ്റോകെമിസ്ട്രി പഠിക്കുന്ന സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒഴിവാക്കാൻ പറ്റില്ല. വളരെ കൂടുതൽ പ്രാധാന്യം അറിയിക്കുന്ന ഒരു സാധനമാണ് ക്യാപ്സിക്കം. നെക്സ്റ്റ്, ഇത് നമ്മുടെ പിച്ചകം, പിച്ചി പൂവാണ്. പൂവില് എല്ലാവർക്കും അറിയാം. ഇതിന് പിച്ചകം അഥവാ ജാസ്മിനം എന്നാണ് ഇതിനെ പറയുന്നത്. ഗ്രാൻഡിഫ്ലോറ, ജാസ്മിനം ഗ്രാൻഡിഫ്ലോറ എന്നാണ് ഇതിന്റെ സയന്റിഫിക് നെയിം. ഇപ്പൊ ഇതിലൊരു പൂവുണ്ട്. ഇതിന്റെ ലീഫൊക്കെ പൂക്കൾക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഈ പൂവ്, ഇതിന്റെ ഈ സെന്റ് എല്ലാവരും വാങ്ങാറുണ്ട്. നല്ല വിലയാണ്. ഇപ്പോൾ ചെറിയ ഒരു 10 ml നല്ല വിലയാണ്. എന്തുകൊണ്ടാണ്? ഈ സെന്റിനെ കുറിച്ച് ആർക്കും അധികം അറിഞ്ഞിടാത്തതുകൊണ്ടാണ്. നമ്മുടെ സെന്റുകളിൽ വെച്ച് ഏറ്റവും ഉത്തമമായതാണ്, ഏറ്റവും ഉത്തമം എന്ന് പറയേണ്ട ഉത്തമമായവയിൽ ഒന്നാണ് ജാസ്മിൻ. ജാസ്മിന്റെ സെന്റ് ഹൃദയ പേശികൾക്ക്, പ്രത്യേകിച്ച് നമ്മുടെ ഹൃദയത്തിന് വികാസം ഉണ്ടാക്കുന്നതും ഹൃദയത്തിന് തുടിപ്പിന് എളിമ ഉണ്ടാക്കുന്നു, അതായത് വിസ്കോസിറ്റി ബ്ലഡിന് ഉണ്ടാക്കുന്നു എന്ന് ഞാൻ വായിച്ചു കേട്ടിട്ടുണ്ട്. ജാസ്മിന്റെ പ്രത്യേകത അതാണ്. എല്ലാവർക്കും ഒരുപക്ഷെ ജാസ്മിൻ ഇഷ്ടപ്പെടില്ല. ജാസ്മിൻ സ്മെല്ല് കൊണ്ട് മാത്രം അലർജി വരുന്ന ചില പേഷ്യൻസ് ഉണ്ട്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർക്ക് ഈ ഹൃദയ രോഗമുള്ളവരെ സംബന്ധിച്ചിടത്തോളം നാം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, റെസ്പിറേറ്ററി കംപ്ലൈന്റ് ഉണ്ടായിരിക്കും, അവർക്ക് ഈ അലർജിയുടെ റിയാക്ഷൻ ഉണ്ടായിരിക്കും. അവർക്ക് പ്രധാനമായിട്ട് ഇത്തരത്തിലുള്ള ചില സെന്റുകളോടോ ചില വസ്തുക്കളോടോ പ്രത്യേകിച്ച് കാണാം. ആ വസ്തു തന്നെയാണ് അവർക്ക് വേണ്ടതെന്നുള്ളത് നമുക്ക് ഹോമിയോപ്പതിസിറ്റി വെച്ച് നമുക്ക് കുറച്ചു പേരെങ്കിലും അറിഞ്ഞിട്ടുണ്ടാവും. അത് നമ്മൾ കൊടുക്കാൻ ശ്രമിക്കണം. എങ്ങനെ? ഈ ഹോമിയോപ്പതിക്കലായിട്ട് കൊടുക്കുന്നു. ഇപ്പൊ തന്നെ എല്ലാ വസ്തുക്കളും, മിക്കവാറും വസ്തുക്കളെല്ലാം ഹോമിയോപ്പതിക്കലായിട്ട് പ്രിപ്പയർ ചെയ്ത് നമ്മൾ പലർക്കും കൊടുക്കുന്നു. അത് അവർക്ക് കഴിച്ചാൽ മതി. നമ്മളെല്ലാം വെറും കഴിപ്പന്മാർ, അതായത് ആഹാരം കഴിക്കുന്ന ആൾക്കാർ ഹോമിയോപ്പതി എന്ന് പറയുന്നത് കഴിച്ചാൽ മതി എന്നുള്ള ഒരു വിഭാഗത്തിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഈ ഇത്തരത്തിലുള്ള പ്ലാന്റ്സിന്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ വരുന്നത്. അപ്പോൾ ഒരിക്കൽ നമ്മുടെ ഡോക്ടർ ലീലാവതി മാഡത്തിനോട് ഞാനിത് കൊണ്ട് കാണിച്ച് പുസ്തകമൊക്കെ കൊടുത്ത് കാണിച്ചു വിട്ടു ആദ്യം. അപ്പോൾ അവർ എന്നെ പറഞ്ഞു, ഹോമിയോപ്പതിക്ക് പോലെ വേറെ ഒന്നും ശരിയാവില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ തിരിഞ്ഞ് നോക്കിയത്, ശരിയാണ്, ഇത്തരം ഒരു പുസ്തകം പറയുമ്പോൾ ഇതിന്റെ ഹോമിയോപ്പതിസിറ്റിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ ഇത്തരത്തിലുള്ള പദാർത്ഥങ്ങൾ നേരിട്ട് ഒരു ടിഞ്ചറാക്കി പേഷ്യൻസിന് കൊടുക്കാം, അല്ലെങ്കിൽ അരച്ചു കലക്കി പണ്ടത്തെ പോലെ യാതൊരു ദീക്ഷയും ഇല്ലാതെ പ്രത്യേകിച്ച് ഒരാളിനെ അങ്ങ് കൊടുത്ത് നോക്കാം എന്ന് ഒരിക്കലും വിചാരിക്കരുത്. അതും കൂടിയാണ് ഞാൻ പറയുന്നത്. കാര്യം എന്ന് പറഞ്ഞാല് ഇപ്പൊ നമുക്കറിയാൻ വയ്യ ഇതിന്റെ ഒക്കെ ടൈമിങ്. ഇപ്പൊ ഹോമിയോ ഔഷധങ്ങളുടെ ടൈമിംഗ് ഒക്കെ വെച്ചുകൊണ്ട് പ്രാക്ടീസ് ചെയ്ത് എത്ര പേരുണ്ട്? അക്രണൈറ്റിന് 1 day ആണ്, ആഴ്സനിക്കിന് 60 days ആണ്, അല്ലെങ്കിൽ ബെലഡോണയ്ക്ക് 7 ദിവസമാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് അതിനകത്ത് ബാക്കിൽ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. അത് വെച്ച് പഠിച്ചുകൊണ്ട് നമ്മൾ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? ആണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ജാസ്മിനെല്ലാം വളരെ കൂടുതൽ കാർഡിയക്കായിട്ട് ആക്ഷൻ ഉള്ളതാണ്. അപ്പൊ സെന്റ് ഉപയോഗിക്കുന്നു, ശരിയാണ്. ഇതിന്റെ ലീഫിന് എങ്ങനെയുണ്ട്, പൂക്കൾക്ക് ജ്യൂസ് എങ്ങനെ, മറ്റേ ക്രിസ്റ്റൽസിന് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, ഇതൊന്നും നമ്മൾ അധികം സ്റ്റഡി ചെയ്തിട്ടില്ല. ഇത് ഒരു അഫ്രോഡിസിയാക്കാണ്. അഫ്രോഡിസിക് മീൻസ് എക്സൈറ്റിംഗ് സെക്ഷൽ സ്ഫിയർ. നെക്സ്റ്റ് ഡോക്ടറെ, ക്രിസ്റ്റൽസ് കാണാം. ഇത് നമുക്കിപ്പോ സ്ലൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ സ്ലൈഡിൽ നീളത്തില് നഗ്ന നേത്രങ്ങൾ കൊണ്ടോ, ആക്ച്വലി കണ്ണ് നേരെ നോക്കുമ്പോൾ കൊണ്ട് തന്നെ കാണാൻ പറ്റുന്നതാണ് ഈ പച്ച. കുറച്ചൊരു ലൈറ്റ് നീല നിറത്തില് വളരെ ഹെയറിന്റെ ഒരു, അതായത് 1 millimeter ഒരു 10-1 ഇതിലായിട്ട് ഇങ്ങനെ സ്ലൈഡിൽ കിടക്കുന്ന എനിക്ക് കാണാൻ കഴിഞ്ഞു. അതാണ് ഞാൻ ഇതിനെ ഇത്രയും എല്ലാവരും ചെയ്ത് കാണിച്ചിട്ടുണ്ട്. കണ്ടോ, ഇത് നീളത്തിൽ കിടക്കുന്ന, സ്ലൈഡ് നീളത്തിലായിട്ട് കിടക്കുന്ന ഒരു ഗ്രീൻ ക്രിസ്റ്റലാണിത്. ഗ്ലാസി പോലുള്ള സാധനമാണ്. വാട്ടർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് അലിഞ്ഞു പോകും. അങ്ങനെയുള്ള ക്രിസ്റ്റലാണ്. ഈ താഴെ വശത്തും അതേപോലെ ഈ ബ്രൈറ്റ് ആയിട്ട് ഇങ്ങനെ ഫ്ലവറായിട്ട് കിടക്കുന്നത് എല്ലാം അതാണ്. ഇതാണ് അതിലുള്ള ഒരു ഗ്ലാസി എന്തോ ഒരു സബ്സ്റ്റൻസ് ആണ്. വോളറ്റൈൽ ഓയിൽ എന്നാണ് അതിനെ പറയുന്നത്. ഈ പൂക്കളിൽ വരുന്ന സ്വേദം അഥവാ സ്വേദത്തിന് വേറെ പേര് വോളറ്റൈലാണ്. വോളറ്റൈൽ ഓയിൽ എന്ന് പറയുന്നത് സ്വേദം ഉള്ള ഓയിലാണ്, സ്വേദീകരിച്ച് പോകുന്നതാണ്. അത് നമ്മളിപ്പോ അതിനെ പറയുന്ന ചൂടാക്കുമ്പോൾ തന്നെ സബ്ലീം ചെയ്തും പോകുന്ന ചില വസ്തുക്കൾ, ഇപ്പൊ കാമ്പർ, കർപ്പൂരം പോലെ, അതാണ് ഈ സ്മെല്ല്.
ആരോമ തെറാപ്പി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. പൂക്കളുടെയും മറ്റു ഔഷധങ്ങളുടെ ആരോമ മണം ഉപയോഗിച്ചാണ് അത് ആ ചികിത്സ. അപ്പൊ ഇത് അത്തരത്തിൽ ഉപയോഗിക്കുന്ന ഒന്നാണ് ജാസ്മിൻ. ജാസ്മിൻ വളരെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉപയോഗിച്ചിരുന്ന ഒരു സസ്യമാണ്. നെക്സ്റ്റ്, ഇത് നമുക്കെല്ലാം അറിയാം. പൂവാങ്കുരുന്ന് പല രീതിയിലും പറയും ഇതിനെ. പൂവാങ്കുരുന്നില, പൂവാങ്കുരുന്ന് വെർണോനിയ സിനേറിയ എന്നാണ്. വെർണോനിയ സിനേറിയ എന്നാണ് ഇതിന്റെ സയന്റിഫിക് നെയിം. ഇത് പൂവാങ്കുരുന്ന് നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും ഉണ്ട്, കണ്ടിട്ടുണ്ടായിരിക്കും. അതിന്റെ പൂക്കൾക്ക് അത്ര പൊക്കത്തിൽ വളരുന്നില്ല, നല്ലതാണ്, ഔഷധക്കൂട്ടാണ്, പനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നു. എന്റെ നാട്ടിൻപുറത്ത് എന്റെ ചുറ്റുമുള്ള പല പഴയ ആൾക്കാരും, ഞാൻ ഇവിടെ ചെറിയ കുട്ടിയായിരുന്നപ്പോഴൊന്നും ഞാൻ ഇരിക്കുന്നിടത്തല്ലായിരുന്നു. എന്നാലും എനിക്ക് ഒന്നും നിശബ്ദമായിട്ട് ഞാൻ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അവരിങ്ങനെ പിഴുതോട്ട് വന്ന് ഞാൻ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് അവരൊന്നും അധികം മരുന്ന് കഴിക്കുന്നവരല്ല, ഇതായിരുന്നു അവരുടെ പ്രധാനം. ഇതിന്റെ വേര് സമൂലമായിട്ട് വെള്ളം ചൂടാക്കി കഷായം കുടിച്ചാൽ പനിക്ക് ഏറ്റവും നല്ലതാണ്. കാരണം ഈ ഔഷധങ്ങളെല്ലാം ഒന്നോ രണ്ടോ മതി. എന്തുകൊണ്ടാണ് ഞാൻ അവിടെയാണ് ഏറ്റവും കൂടുതൽ സ്ട്രെസ് ചെയ്യുന്നത്. അതായത് ഇവയിലെല്ലാം തന്നെ ഭൂമിയിൽ കാണുന്ന പ്രകൃതിദത്തമായിട്ടുള്ള മിനറൽസിനെയും മെറ്റൽസിനെയും മറ്റൊരു രൂപത്തിലാക്കി അവയുടേതായുള്ള എന്തോ പാകപ്പെടുത്തി അവ വെച്ചിരിക്കുകയാണ്. അതിന് എടുക്കും. ഇപ്പൊ പൂവാങ്കുരുന്നിന് പകരം വേപ്പ് ആരെങ്കിലും ഉപയോഗിച്ച വേപ്പിന് സുഖപ്പെടുന്നുണ്ടോ? ഇല്ല. പക്ഷെ എന്ന് വിചാരിച്ചോണ്ട് വേപ്പ് ഉപയോഗിച്ചാൽ പനി കുറയില്ലേ? കുറയും. എന്തുകൊണ്ടാണ്? വേപ്പിലുണ്ട്, പക്ഷെ പൂവാങ്കുരുന്നിലുള്ളത് അതുപോലെ അല്ല. ഇപ്പൊ പൂവാങ്കുരുന്നിന്റെ ക്രിസ്റ്റൽ ഞാൻ എടുത്തു. കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പ് ഞാൻ റീസ്റ്റഡി ചെയ്തു. പൂവാങ്കുരുന്നിന്റെ ആ ക്രിസ്റ്റൽ തന്നെ ആ ക്രിസ്റ്റൽ തന്നെ എനിക്ക് കിട്ടിയെന്നുള്ളതാണ്. നെക്സ്റ്റ് ക്രിസ്റ്റൽ ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഈ പൂവാങ്കുരുന്നിന് സമൂലമാണ് ഉപയോഗിക്കുന്നത്, വേരും എല്ലാം മൊത്തമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. വെള്ളത്തില് ചൂടാക്കിയിട്ട് ആ വെള്ളം കഷായം പോലെ കുടിക്കുക മാത്രമാണ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഇതിലൊക്കെ ധാരാളമായിട്ട് ലിറ്ററേച്ചർ ഞാൻ എഴുതി ചേർത്തിട്ടുണ്ട്. പുസ്തകങ്ങൾ കൊണ്ട് എനിക്ക് മുഴുവനും പറയാനും. ബ്ലഡ് പ്യൂരിഫയർ ആണ്. പിന്നെ ഇതിനകത്ത് കൂടുതല് അതായത് ഈ ആൽക്കലി ഉള്ള ഒരു സൊല്യൂഷനാണ്, അസിഡിറ്റി അല്ല. ഇത് ഒരു റൗണ്ട് സ്ക്വയർ ഒക്ടാഹെഡ്രൻ ഷേപ്പ്, അത് ഷേപ്പ് മാത്രമാണ്. പക്ഷെ ഒരുപാട് പടികൾ ഇങ്ങനെ അകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വെല്ലിന്റെ അകത്തേക്ക് ഇറങ്ങി പോകുന്ന ഒരു ഭാഗമായിട്ടാണ് കാണുന്നത്. ഇത് എന്താണ്? ഇതൊരു വളരെ മൈക്രോസ്കോപ്പിക്കലായിട്ടുള്ള പ്രശ്നമാണ്. ഞാൻ ഇതിനകത്ത് വെച്ച് എൻലാർജ് ചെയ്ത് മൊബൈലിൽ വെച്ച് 2 തവണ മാഗ്നിഫൈ ചെയ്തതിനു ശേഷമാണ് ഇത്രയും കിട്ടിയത്. കാരണം ചെറുതാണെങ്കിലും എനിക്ക് ഇതിന്റെ ഈ സൈസ് വീണ്ടും വീണ്ടും കിട്ടിയതാണ്. ഇപ്പൊ അടുത്ത കാലത്ത് ഞാൻ ഇത് പൂവാങ്കുരുന്നിൽ കണ്ടു. ഇത് പൂവാങ്കുരുന്നിലാണ് ഞാൻ കണ്ടത്. പിന്നെ മറ്റ് ചിലതില് ഇതേപോലുള്ളത് കണ്ടെങ്കിൽ ഇത്രയും നെറ്റ് ഈ ചിലന്തി വലയുടെ ആകൃതി പോലെയും എന്നൊക്കെ പറയാം. ഇത് കണ്ടത് പൂവാങ്കുരുന്നിലാണ്. വളരെ നല്ല ഒന്നാണ്. താഴെ കാണുന്നതും അതേപോലെ തന്നെ ക്രിസ്റ്റൽസ് ചിലത് സ്റ്റഡി ചെയ്താൽ നമുക്ക് അവയെ ഐഡന്റിഫൈ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഹോമിയോപ്പതിയുടെ കുറച്ച് മരുന്നുകൾ ഞാൻ സ്റ്റഡി ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഇടയിൽ കൂടെ ഇങ്ങനെ കടത്തി കാണിച്ചുകൊണ്ട് വരാൻ ഞാൻ ശ്രമിച്ചു. പക്ഷെ അതെനിക്ക് ഇപ്പൊ ഈ PPT തയ്യാറാക്കുന്നതിലുള്ള ബുദ്ധിമുട്ട് കാരണമാണ് സാധിക്കാതെ പോയത്. അത് മാത്രമായിട്ട് ഞാൻ അടുത്ത ക്ലാസ്സിൽ എന്തായാലും അതും കൂടി കാണിക്കാം, ക്ലാസ് സമയം അനുവദിക്കുകയാണെങ്കിൽ. നെക്സ്റ്റ്, പൂവാങ്കുരുന്ന് ഇതാണ്. നെക്സ്റ്റ് ഇതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, പുത്തരിച്ചുണ്ട എന്നാണ് ഇതിനെ പറയുന്നത്. പുത്തരിച്ചുണ്ട ഇതില് സൊളാന വിഭാഗത്തിലാണ് ഇതിനെ വരുന്നത്. മുളകിന്റെ എല്ലാം സൊളാനമാണ്. സൊളാനം നൈഗ്രം നമ്മൾ പഠിച്ചല്ലോ. അത് താഴ്വശത്ത് ഇങ്ങനെ പൂ പോലെ വന്നിട്ട് അതിന്റെ പൂക്കളെല്ലാം മുളകിന്റെ പൂ പോലെ കാണും. അതെല്ലാം തന്നെ ചെറിയ മുളക് പോലെ പല ബെറീസ് ആയിട്ടും മറ്റ് നീണ്ടു നിൽക്കും. അകത്തിരിക്കുന്ന വിത്തുകളെല്ലാം ഏതാണ്ട് ഒരുപോലെയാണ്. അതെല്ലാം സൊളാനം വിഭാഗത്തിൽ വരുന്നതാണ്. സൊളാനം ലൈക്കോപ്രസിക്കോ എന്ന് പറയുന്നതാണ് നമ്മുടെ ടൊമാറ്റോ. സൊളാനം പൊട്ടറ്റോ സൊളാനം വിഭാഗത്തിൽ വരുന്നതാണ്. പക്ഷെ സൊളാനം ഈ പൊട്ടറ്റോ മാത്രം അടിയിൽ വേര് കിഴങ്ങുകൾ ട്യൂബർ. പക്ഷെ ഈ ഇത് അങ്ങനെയല്ല. സൊളാനം വരുന്നെങ്കിൽ അതൊരു പ്രത്യേകതയാണ്. സൊളാനം ലൈക്കോപ്രസിക്കം എന്ന് പറയുന്നത് ടൊമാറ്റോയാണ്. സൊളാനം ഇൻഡിക്ക എന്ന് പറയുന്നതാണ് ഈ സൊളാനം നൈഗ്ര. ഞാൻ നേരത്തെ പറഞ്ഞു മണിത്തക്കാളി. സുളാനം സ്പീഷീസിൽ സുളാനം ജീനീസിൽ വരുന്നതാണ്. ഇതിൽ ഇൻഡിക്കം എന്ന് പറയുന്നത് നമ്മുടെ പുത്തരിച്ചുണ്ട. കേരളത്തിൽ എല്ലായിടത്തും ഉണ്ട്. ഇതിന്റെ അരി കുറച്ച് തല്ലി തോരൻ വയ്ക്കാനൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്, വെജിറ്റബിൾ ആയിട്ട്. പിന്നെ ഇതിന്റെ അരി ഉണക്കി പൊടിച്ച് പഴുത്താൽ ഈ പുത്തരിച്ചുണ്ട, പക്ഷെ പുത്തരിച്ചുണ്ട എന്ന് പറയുന്നത് ഇത് എഡിബിൾ അല്ല ശരിക്കും പറഞ്ഞു. ഇതിന്റെ വേറൊരു വിഭാഗമാണ് എഡിബിൾ ആയിട്ടുള്ളത്. ഇത് ഔഷധത്തിന് ഏറ്റവും ഉത്തമമായിട്ടുള്ളതാണ്. ഇതിന്റെ പ്രധാനമായിട്ടുള്ള ഉപയോഗം എന്ന് പറഞ്ഞാൽ അരി ഉണക്കി പൊടിച്ചെടുത്തിട്ട് അത് ചുമയ്ക്കൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോഴും ഈ പുത്തരിച്ചുണ്ട ഉപയോഗിച്ചുകൊണ്ടുള്ള നമ്മുടെ ഈ ചുമയുടെ ഔഷധങ്ങൾ ആയുർവേദത്തിന്റെ വാങ്ങിയാൽ അതിൽ ഒന്നാമത്തതായിട്ട് ഇത് കാണാൻ കഴിയും. ഈ സൊളാനം ഇൻഡിക്കം കാണും. എല്ലാ ഔഷധക്കൂട്ടിലും ചുമയ്ക്ക് റെസ്പിറേറ്ററി കംപ്ലൈൻസിന് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇത് കാണാൻ കഴിയും. സൊളാനിനാണ് ഇതിന്റെ കൂടുതലായിട്ടും. സൊളാനിൻ, സൊളാനിഡിൻ എന്നീ പറയുന്ന ആൽക്കലോയിഡ്സ് എല്ലാം ഉണ്ട്. പിന്നെ ടാനിൻസ്, ഇൻസൈൻസ് കുറെ ഉണ്ട്.
അധികം വളരുന്നത് ചെറിയ പൊക്കത്തിൽ ഇങ്ങനെ വളർന്നു നിൽക്കും. കായ്ച്ച ഉണ്ടായിട്ടിരുന്ന ചെറിയ ഫലങ്ങള് പഴുക്കുമ്പോൾ നല്ല മഞ്ഞ നിറമായിരിക്കും. ഇത് മഞ്ഞ നിറത്തിൽ നിന്ന് പിന്നെ അത് ചുവന്ന നിറത്തിലേക്ക് പോകും. നല്ല ചുവന്ന നിറത്തിലും വരുന്നു. ഇലകൾ പ്രത്യേകമാണ്, മുള്ളുള്ളതാണ്. ഇത്രയും നേരം നമ്മൾ പറഞ്ഞാൽ ഒന്നും തന്നെ മുള്ളുള്ളതില്ല. സ്പൈസ് ഉള്ളതാണ്, മുള്ളുള്ളതാണ്. ഒത്തിരി ചുണ്ട. അടുത്തത് നെക്സ്റ്റ് കാണിക്കാമോ? ഇതിന്റെ ക്രിസ്റ്റൽസ് ആണ്. നെക്സ്റ്റ് കാണിക്കാം ഡോക്ടർ. ഇത് നമ്മുടെ റസ്റ്റോക്സ് ആണ്. റസ് ടോക്സിക്കോഡെൻഡ്രോൺ. ഈ മുകളിൽ കാണുന്ന ഷെയ്ഡായിട്ട് കാണുന്ന ഒരിടത്തു നിന്നൊരു ആളെ എനിക്ക് എടുത്തുകൊണ്ട് വന്ന ഒരു വലിയ മരമാണ്. വലിയ വൃക്ഷമായിട്ട് വരുന്നതാണ്. മിക്കവാറും വലിയ പുഴയുടെയും തോട്ടിന്റെയും ഒക്കെ കരയിൽ ധാരാളമായിട്ട് അവിടെ ഇവിടെ ആയിട്ട് കാണുന്ന ഒരു വലിയ വൃക്ഷമാണ്. ഇതിന്റെ മൂട്ടിന്റെ അടുത്ത് ഏതെങ്കിലും ഭാഗത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ റസ്റ്റ് പോയിസൺ കിട്ടും. അദ്ദേഹം മൊത്തം വളരെ കൂടുതലായിട്ട് വന്നു പോകും. ഡെഡായി പോകുന്ന ഒരു കേസാണ് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരിക്കൽ വളരെ ഒരാൾ ആ വെള്ളത്തിൽ ഇറങ്ങി കുളിച്ചിട്ട് അതിന്റെ ഇലകളെങ്ങാനും മഴക്കാലത്ത് ഒഴുകി വന്നപ്പോൾ അതിലെങ്ങാണ്ട് കുളിച്ചു. അദ്ദേഹം മൊത്തം എന്ത് വ്രണമാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ഈച്ച മാഗട്സ് എല്ലാം വന്ന് നിറയുന്ന രീതിയിലുള്ള ഒരു വലിയ വ്രണമായിട്ട് അങ്ങ് മാറും. ദേഹം മൊത്തം വരികയും ചെയ്യും. കുറച്ച് ദിവസം കഴിഞ്ഞേ അറിയുള്ളൂ. ആദ്യം എണ്ണ തയ്ക്കും, ചൊറിച്ചിൽ മാറ്റും, നീർത്തിൽ മാറ്റും എന്നൊക്കെ പറഞ്ഞിരിക്കും. പക്ഷെ അത് പിന്നീട് വഷളായിക്കൊണ്ടിരിക്കും. ഇതിന് റെസ്റ്റോക്സ് നമ്മുടെ സെപ്പിയാണ് നമ്മുടെ മെഡിസിനായിട്ട് ഏറ്റവും നന്നായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. ഞാൻ കൊടുക്കുകയും ചെയ്തു ഒരിക്കൽ. ആ സെപ്പിയെ ഗ്രാജുവലി അതിനെ ഉണക്കി കൊണ്ടുവന്നു. അല്ലെങ്കിൽ അത് വലിയ വ്രണമായിട്ട് മാറിക്കൊണ്ടിരിക്കും. പെട്ടെന്ന് തന്നെ അനാഫിലാറ്റിക് റിയാക്ഷൻ വന്ന് തെറ്റായി പോകാനുള്ള സാധ്യതയാണ് റസ് പോയിസണിങ്. റസ്റ്റോക്സിക്കോഡെൻഡ്രോൺ ആണ് ഇത്. റസ് ആരോമാറ്റിക്ക, റസ് വെനിനീറ, ഇങ്ങനെയൊക്കെയുള്ള അനേക റസുണ്ട് റസ്റ്റോക്സ്. ഇതിന്റെ ലീഫ് താഴെ അതിന്റെ കായും ഒക്കെ പ്രത്യേകമായിട്ട് വലുതായിട്ട് ഞാൻ എല്ലാം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ റസ്റ്റോക്സ് തന്നെ. നെക്സ്റ്റ് ഇതിന്റെ പിക്ചർ ഒന്ന് കാണിക്കാം. ഇത് ഞാൻ നമ്മുടെ ഫാർമസിയിൽ നിന്ന് വാങ്ങിയതിൽ എനിക്ക് വളരെ റെയറായിട്ട് മാത്രം കാണാൻ കഴിഞ്ഞ ഒരു ക്രിസ്റ്റലാണ്. ഇത് ക്രിസ്റ്റൽ അത്ര കൃത്യമല്ല, എന്നാലും കുഴപ്പമില്ല. മുകളിൽ കാണുന്ന നല്ലൊരു തികഞ്ഞ ഒന്നാണ്. താഴെ ആ പടി പോലെ കാണുന്നതെല്ലാം അപ്പം അമോർഫോസ്, അതായത് ക്രിസ്റ്റലൈൻ സ്വഭാവം പൂർണ്ണമായിട്ടില്ലാത്തവയും എന്നാൽ ഒപ്പേക്കായിട്ടുള്ളതും എന്നാൽ റീവൈവ് ചെയ്ത് വരുന്നതുമാണ്. ശരിക്കും അത് ഉണങ്ങി വരുമ്പോൾ തിരിച്ചു വരും. നൂല് പോലെ കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ ചൊറിച്ചിലുണ്ടാക്കുന്ന ഘടകങ്ങളാണ് ഈ നീണ്ടുവിൽ പോലെ കിടക്കുന്ന എല്ലാം കുത്തുന്ന സ്വഭാവമുള്ളവയാണ്. അവ ചൊറിച്ചിലുണ്ടാക്കുന്നതാണ്. പനിക്ക് ഇതിനകത്ത് പ്രധാനപ്പെട്ട താഴെ ഒരു ചെറിയ ഫ്ലാപ്പ് പോലെ കിടക്കുന്നു. അത് പനിക്ക് പ്രയോജനപ്പെടുന്നതാണെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ വേപ്പെടുത്താൽ ഇത് ധാരാളം കാണും. യൂപ്പറ്റോറി എടുത്ത് ഇത് ധാരാളം കാണും. മറ്റേ യൂപ്പറ്റോറിയം പോലെ തന്നെ പനിക്ക് ബാപ്റ്റീഷ്യ എടുത്താൽ ഇത് ധാരാളമായിട്ട് കാണും. ഈ താഴെ കാണുന്ന ഒരു അത് അതിനെന്താണ് പറയുന്നത്? അത് നമ്മുടെ ഈ ഫ്ലാപ്സ്, അതായത് പൊളി പോലെ ഇലപ്പൊളി അല്ല, പ്രായുടെ പൊളി പോലെ കിടക്കുന്ന പായ്പൊളി, പനി പ്രധാനപ്പെട്ട എല്ലാത്തിനും ഇത് കാണാം. എനിക്ക് ഇതിലും ഒരെണ്ണം കിട്ടി. നെക്സ്റ്റ് റസ്റ്റോക്സിക്കോഡെൻഡ്രോൺ. ഇത് സർപ്പഗന്ധി അഥവാ റവോൾഫിയ. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന റവോൾഫിയ തന്നെ നമ്മുടെ പ്രഷർ ബി എല്ലാത്തിനും നമ്മളെ വളരെ കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഔഷധമാണ് റവോൾഫിയ. എല്ലാവർക്കും അറിയാം. മിക്കവാറും പേര് റവോൾഫിയ ഉപയോഗിച്ച് തന്നെയാണ് നമുക്ക് തൽക്കാലം വന്ന് നിൽക്കുന്നത്. റവോൾഫിയയിലെ റിസർപ്പിനാണ് ഇതിനെ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. റവോൾഫിയ സർപ്പന്റിന എന്നാണ് ഇതിന്റെ പേര്. ഇതിനെ അമൽപരി എന്നും ചിലപ്പോൾ പറയാറുണ്ട്. ഇതിനെയും വേറൊരു സസ്യത്തെ അമൽപരി എന്ന് പറയുമെങ്കിലും ഇത് അക്കരം കൊല്ലി, അമൽപരി എന്നൊക്കെ ചിലപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ പറയുന്നുണ്ട്. തെറ്റിദ്ധാരണയിലൂടെ പലതും പറയുന്നുണ്ടെങ്കിലും അതൊന്നും കറക്റ്റ് പേരല്ല ഇതിന്. ഈ അക്കരം കൊല്ലി ഒരുപക്ഷെ ചിലപ്പോൾ നല്ല അതേ പേരായിരിക്കാൻ സാധ്യതയുണ്ട്. റവോൾഫിയ സർപ്പന്റിനെയാണ്. എനിക്ക് ഇവിടെ ഉണ്ട്. റൂട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ഫ്ലവർ അല്ല. ഇതിന്റെ ഫ്ലവേഴ്സിന് ഒരു ചെറിയ നീല കായ് മുകളിൽ കാണുന്നത് കണ്ടോ? വെളുത്ത നല്ല ഫ്ലവേഴ്സ് ആണ്. ഫ്ലവേഴ്സിന്റെ മുകളിൽ നീല നിറത്തിൽ, പഴുക്കുമ്പോൾ നീല നിറത്തിൽ വരുന്ന, പച്ച നിറത്തിലിരിക്കും, പഴുക്കുമ്പോൾ നല്ല നീല നിറത്തിലുള്ള നല്ല ഉരുണ്ട, അതായത് സൊളാനം നൈഗ്രത്തിന്റെ പോലുള്ള അതിനേക്കാൾ ഒത്തിരി കൂടെ വലുത്, ഒരു 2 മല്ലി സൈസിന്റെ അളവിലാണ് ഇതിന്റെ സൈസ്. അതിൽ കൂടുതൽ വരില്ല. സൈസ് ഓഫ് എ ഫ്രൂട്ട് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ബിക്കോസ് അതിന്റെ കോണ്ടൂർ ഓഫ് എ ഫ്രൂട്ട് ഇസ് ആൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ദ മൊയ്റ്റ്, ദ യൂസേജ്, ദ അപ്പിയറൻസ് ഓഫ് ദറ്റ് ഫ്രൂട്ട്. ഞെങ്ങിയും ഞെരുങ്ങിയും മുളിഞ്ഞും ഒക്കെ ഇരിക്കുന്നത് ഹെൽത്തി അല്ല. അതിനെ ഒരു ഫ്രൂട്ട് എന്ന് പറയുന്നത് അത് നല്ല ശരിക്കും അത് റൈപ്പണായി വരുമ്പോഴേക്കും നല്ല ഗ്ലാസി സ്മോക്കി ആയിട്ടുള്ള അതിന്റെ സർഫസും അതിന്റെ ആ കോണ്ടൂർ, അതിന്റെ മൊത്തമായിട്ടുള്ള ആ ഷേപ്പ് നല്ല റൗണ്ട് വേണമെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അത് ഹെൽത്തി ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇത് ഈ ഔഷധങ്ങൾക്കെല്ലാം അത് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഔഷധങ്ങളായിട്ട് ഉപയോഗിക്കുന്നതിൽ മിക്കവാറും അത് കീപ്പ് ചെയ്ത് ഇങ്ങനെ
വരുന്നതായിട്ടും കാണാം. ഇത് ലീഫിനും നമുക്ക് ഉപയോഗമുള്ളതാണ്. ലീഫും ഏതാണ്ട് റോൾപ്പിയുടെ ലീഫിനും സ്റ്റഡി ചെയ്തത് ഞാൻ ലീഫാണ്. ലീഫും ഫ്ലവറും പ്രത്യേകമായിട്ട് സ്റ്റഡി ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് കാണാം. റോൾപ്പിയുടെ ക്രിസ്റ്റലുകൾ ഇതാണ്. കുറച്ച് ഷെയ്ഡായി പോയി. എന്നാലും ആ ഒരു ക്രിസ്റ്റൽ എടുത്ത് വലുതാക്കി കാണിച്ചപ്പോൾ ചെറുതായി പോയി, മറ്റേതല്ല. ആണല്ലേ ചേർത്ത് വെച്ചിരിക്കുന്ന അവരെല്ലാം കിടക്കുന്ന ക്രിസ്റ്റൽസ് ഇവിടെ ഒരു ക്രോമസോം പോലുള്ള കെട്ടിപ്പിടിച്ച് കിടക്കുന്ന അത് ഒരു വലിയ ബണ്ടിലാണ്. അതൊരു ബണ്ടിൽ ഓഫ് ക്രിസ്റ്റൽസ് ഇങ്ങനെ കെട്ടിയിട്ടേക്കുന്നതാണ്. അത് ഞാൻ നേരത്തെ മുമ്പ് പലതിലും പറഞ്ഞു. റവോൾപിയ പോലെ തന്നെ നമ്മുടെ ഹൈഡ്രോകോട്ടയിലെ അതിനൊക്കെ കാണുന്നതാണ്. ഈ BP ഈ സെർപ്പന്റൈൻ എന്ന് പറയുന്ന ഈ പാർട്ട് ഇതിൽ ഏതാണെന്ന് ഞാൻ എപ്പോഴും നോക്കിയിട്ടുണ്ട്. അതിനെ കയ്പ് ഉള്ളതിനെ താരതമ്യം ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. പുളിയാണ് ഇതിൽ കൂടുതൽ കണ്ടത്. വേപ്പിലെല്ലാം ഈ പുളിയുണ്ട്. വേപ്പ് നല്ല കയ്പാണ്, പക്ഷെ ബാക്ടീഷ്യയ്ക്കും ചെറിയ ചവർപ്പാണ്. പക്ഷെ ആ പുളി ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ആ പനിക്ക് അതായിരിക്കാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് അടുത്തത് ഇത് നമുക്ക് ഇനിയിപ്പോ സമയം 4 മിനിറ്റേ ഉള്ളൂ സാറേ. ഡോക്ടറെ നമുക്ക് തീർക്കാം. ഇനിയിപ്പോ എത്രയുണ്ട്? കുറച്ച് കൂടുതലുണ്ട്. അപ്പൊ 4 മിനിറ്റേ ഉള്ളൂ ഇനി നിർത്താനുള്ള. അപ്പൊ ഞാൻ ഇത് ഈ ശംഖുപുഷ്പത്തിന്റെ നമുക്ക് എല്ലാവരും അറിയാം, നീല അമരി എന്ന് പറയുന്ന മലയാളത്തില് അത് ക്ലിറ്റോറിയ ടെർനേഷ്യ യെസ്, ഇത് ക്ലിറ്റോറിയ എന്നാണ്. ഇത് നമ്മുടെ 2-3 ഐറ്റം ഉണ്ട്. ഈ ശംഖുപുഷ്പം പോലെ തന്നെ നീല രീതിയിൽ വേറൊരു സാധനമുണ്ട്. അതിനെ വേറൊരു പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പൊ അത് കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ ഒരിക്കൽ ഒരു ഡോക്ടർ ഇതിനെപ്പറ്റി ചോദിച്ചു. അന്ന് ആരോ എടുത്ത് പറയുന്നത് ഞാനത് കേട്ടോണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അത് പക്ഷേ ആ സാർ പറഞ്ഞത് ഒരു ആയുർവേദത്തിനും വേറൊന്നുണ്ട് ഇതേപോലെ സാമ്യമുള്ള കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സസ്യമുണ്ട്. നീലാമരി ഒരു ഒറ്റ മൂലിയായിട്ടും സാധാരണ ഉപയോഗിക്കുന്നതാണ്. വിഷാഹാരമാണ്, അതായത് വിഷ ഉപയോഗിക്കുന്ന ഒരു പച്ച കൂട്ടായിട്ട് ഇങ്ങനെ അരച്ചു ചേർത്ത് വിഷങ്ങൾക്ക് ഉപയോഗിക്കാറുണ്ട്. ഇതിന്റെ ഇല ധാരാളമായിട്ട് പോയിട്ട് എന്തോ ഈ ഇവരൊക്കെ ഈ കുടുംബശ്രീക്കാരൊക്കെ ഇപ്പം ഇതിന്റെ പൂവ് മാത്രം ഇട്ടിട്ട് ഒരു ജ്യൂസ് തയ്യാറാക്കി കുപ്പിയിൽ അടച്ച് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. മഷി പോലെ ഇരിക്കും. അത് കുടിച്ചാൽ നല്ലതാണെന്ന് പറഞ്ഞിട്ട് അധികം കുടിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല നല്ലതാണ്. എന്നാലും അവര് കുട്ടികൾക്ക് അംഗൻവാടികൾ വഴിയും മറ്റുമൊക്കെ അവർ വിതരണം ചെയ്തിട്ടുണ്ട്. കുടുംബശ്രീയുടെ ഒരു പ്രോഡക്റ്റാണ് ഇപ്പൊ ഇതിന്റെ പൂവിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ജ്യൂസ്. ഞാൻ ലീഫാണ് സ്റ്റഡി ചെയ്തത്. ലീഫും ഫ്ലവറും പ്രത്യേകം സ്റ്റഡി ചെയ്തു. ലീവിൽ കണ്ട ക്രിസ്റ്റൽസാണ് ഞാൻ ഇതിനകത്ത് കൂടുതലും ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ റൂട്ട് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു ഔഷധ കൂട്ടാണ്. റൂട്ടാണ് പ്രധാനമായിട്ടും അമരിയുടെ വേരാണ് ഉപയോഗിക്കുന്നത്. ഇതിന്റെ ക്രിസ്റ്റൽസ് ഇത്രയാണ്. അടുത്തത് കാണിക്കുന്നുണ്ടോ? ഇനി കുറച്ചേ ഉള്ളോ? ക്രിസ്റ്റൽ വന്നു. ഇപ്പൊ ഇവിടെ വെച്ച് നിർത്താം അല്ലേ ഡോക്ടറെ? നിർത്താം. നമുക്ക് 2 പേരുള്ളൂ. കൂടി ഉണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് എന്തായാലും ഈ ഇതിന്റെ ക്രിസ്റ്റലും കൂടെ പറഞ്ഞിട്ടങ്ങ് നിർത്താം. ഇതിന്റെ ക്രിസ്റ്റല് ഇത് എല്ലാവർക്കും അറിയാവുന്ന ശവന്നാറി പൂവ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചിട്ടുള്ള ഒരു പൂവാണിത്. നമ്മുടെ ക്യാൻസറിന് വിങ്ക മൈനർ എന്ന് പറയുന്ന ഈ ഒരു സസ്യം വളരെ കൂടുതലായിട്ട് ഇപ്പൊ ഉപയോഗിക്കുന്നുണ്ട്. ഇതിന്റെ റൂട്ടിൽ നിന്ന് എടുക്കുന്ന ഇൻക്രിസ്റ്റിൻ എന്ന് പറയുന്നത് വളരെ വിപണിയിൽ വളരെയേറെ വിലയുള്ള ഒരു സാധനമാണ്. ഇതിന്റെ ക്രിസ്റ്റൽ അല്ലേ കാണിച്ചത്? അത് ശംഖുപുഷ്പത്തിന്റെ ക്രിസ്റ്റലാണ് ഇപ്പൊ കിടക്കുന്നത്. ക്രിസ്റ്റലാണ് കിടക്കുന്നത്. ശരി, എന്നാൽ അവിടെ വെച്ച് നമുക്ക് എന്തായാലും നല്ലൊരു ക്ലാസ് ആണ് ഇന്ന് ഡോക്ടർ നമുക്ക് തന്നത്. പിന്നെ ഇത്രയും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്ലാസ് തന്ന ഡോക്ടർക്ക് നന്ദി പറയുന്നതിന് ഷഫീഖ് ഡോക്ടറെ ക്ഷണിക്കുകയാണ്. നമുക്കിന്ന് ഡിസ്കഷനുള്ള സമയമില്ല. അതുപോലെ ഇത് കംപ്ലീറ്റ് ആക്കിയിട്ടൊരു ഡിസ്കഷൻ ആയിരിക്കും അല്ലെ? ഒരു ദിവസം അതിനായിട്ട് തന്നെ വെക്കുന്നത് നല്ലതായിരിക്കും അല്ലേ സാർ? ആദ്യം നമുക്ക് സമയം കിട്ടുന്നില്ലല്ലോ. ഒരു ദിവസം അതിനായിട്ട് തന്നെ വെക്കുന്നത് നല്ലതായിരിക്കും. ഇന്ന് സാറിന് നന്ദി പറയുന്നതിന് ഷഫീഖ് ഡോക്ടറിനെ ക്ഷണിക്കുകയാണ്. ഇതിനെക്കുറിച്ചുള്ള നല്ലവണ്ണം ഒന്ന് നിങ്ങളുടെ മനസ്സിൽ വെച്ചിട്ട് എനിക്ക് അല്പം ഹെൽപ്പ് ചെയ്യണമെന്ന് വളരെ അപേക്ഷയുണ്ട്. കാര്യം നമ്മളിലെ പേരിൽ നിന്നും എന്തെങ്കിലുമൊക്കെ ഇതിനെക്കുറിച്ച് കേൾക്കുമ്പോഴാണ് എനിക്കൊരു താല്പര്യമുണ്ട്. ഇത് ഇങ്ങനെ ഒരു പുസ്തകം വരെ തയ്യാറാക്കി വളരെ വലിയൊരു അറ്റംപ്റ്റ് ഞാൻ ചെയ്തങ്ങ് പുറത്ത് ചാടി കഴിഞ്ഞു. എന്നിട്ടും എനിക്ക് അതിൽ നിന്ന് എന്തോ ഒരു വലിയ ഭാഗമാക്കി കിടക്കുകയാണ്. ഞാനത് ചെയ്ത് മുഴുവനാക്കി ലൈബ്രറികളെല്ലാം എടുത്തു. പക്ഷെ ഒരു 15% മാത്രമാണ്. 15% എന്ന് പറഞ്ഞാൽ ശരിക്കും 15% എനിക്കതിൽ ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയും കിടക്കുകയാണ് 85%. അത് നമ്മുടെ ഭാഗങ്ങളിൽ നിന്ന് നമുക്കത് കേട്ട് അതിനെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങൾ കേൾക്കുന്ന താല്പര്യമുണ്ട്. അപ്പൊ അടുത്തൊരു ഡിസ്കഷൻ ആയിട്ട് വെക്കാം നമുക്ക് എന്ന് വിചാരിക്കും. അത് വെക്കണം. കാരണം നമുക്കും എല്ലാം മനസ്സിൽ സംശയങ്ങൾ കിടപ്പുണ്ട്.
അപ്പൊ എല്ലാം നമുക്ക് ഈ സമയം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളത് പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യുന്നത്. അപ്പൊ ഇന്നിപ്പം നമുക്ക് 10:30 ഷഫീഖ് ഡോക്ടർക്ക് നന്ദി പറയണേ. കേൾക്കാവോ? കേൾക്കാം. ഡോക്ടർ മഷൂദും ഞാനും തമ്മിൽ വേറെ ഒരു റിലേഷൻ ഉണ്ട്. ഞങ്ങൾ സ്കൂൾ മേറ്റ്സ് ആണ് പഴയ. 7 വർഷം അതുകൊണ്ട് എന്താണെങ്കിലും എന്റെ പഴയ സുഹൃത്തിന് നന്ദി പറയാനുള്ള ഒരു അവസരം കിട്ടിയതിൽ വളരെ സന്തോഷം. എന്താണെങ്കിലും എനിക്കിത് ഫുള്ള് കേൾക്കാൻ പറ്റിയില്ല. ഇതിനിടയിൽ 1-2 കോൾ വന്ന് അത് ഇത്തിരി നീണ്ടുപോയ വെളിയിൽ നിന്നുള്ള കോളായിരുന്നു. അപ്പൊ ഞാൻ അത് സംസാരിച്ചുകൊണ്ട് എനിക്ക് ഫുള്ള് കേൾക്കാൻ കഴിഞ്ഞില്ല. അതിൽ ഇത്തിരി നിരാശയുണ്ട്. എന്താണെങ്കിലും ഇതുപോലുള്ള നല്ല പ്രസന്റേഷൻസ് ഇനിയും ഉണ്ടാകണം. ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇതിനു വേണ്ടിയൊക്കെ വർക്ക് ചെയ്യുന്ന എൻ്റെ ഒരു സുഹൃത്തിനെ കുറിച്ച് അറിഞ്ഞതിലും വളരെ സന്തോഷം. എന്താണെങ്കിലും ഇനിയും കൂടുതൽ വിഷയങ്ങളുമായി നമ്മുടെ IFPHന്റെ ഫ്ലോറിൽ വരിക. IFPHന്റെ പേരിലും എൻ്റെ സ്വന്തം നിലയിലും ഇതിൽ പങ്കെടുത്ത എല്ലാവരുടെ പേരിലും ഡോക്ടർ മഷൂദിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി ഷഫീഖ് ഡോക്ടറെ. ഏതായാലും വലിയൊരു ഭാഗ്യമാണ് സ്കൂളിൽ പഠിച്ചവർക്ക് ഒരു നന്ദി പറയാൻ കിട്ടുന്നൊരവസരം. ഡോക്ടർ കണിയാപുരത്തുനിന്നാണോ മഷൂദ് ഡോക്ടർ? അല്ല, ഞങ്ങൾ പഠിച്ചത് സ്കൂളിൽ കണിയാപുരത്ത് ഒരുമിച്ചാണ്. പടിഞ്ഞാറോട്ടായതുകൊണ്ട് എനിക്കിപ്പോ പോയി വരുമ്പോഴും കാണാൻ പറ്റുന്നില്ല. ഞാൻ ഒരു ദിവസം വീണ്ടും കാണണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. നമ്മൾ തമ്മിൽ കണ്ടിട്ട് വർഷങ്ങൾ കുറെ ആയി. പ്ലാറ്റ്ഫോമിൽ അതിന് സാധിച്ചു എന്നുള്ളതും വലിയൊരു ഭാഗ്യമാണ്. വളരെ സന്തോഷം, വളരെ സന്തോഷം. എന്തായാലും ഇന്നത്തെ നമ്മുടെ 1752 ഈ സൂം വെബിനാർ ഇവിടെ വളരെ നല്ല പോലെയാണ് നടന്നത്. വളരെ ഇൻട്രസ്റ്റിംഗും ആയിരുന്നു. ഇതിന്റെ ബാക്കി ഭാഗങ്ങളും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇത്രയും നല്ല ക്ലാസ് എടുക്കുന്ന മഷൂദ് ഡോക്ടറിന് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. അതുപോലെ ഇന്നത്തെ ഈ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. നമ്മുടെ 1752 പ്രതിദിന സൂം വെബിനാർ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി.